നമസ്തേ. നിരായുധരായ നിരപരാധികളെ മതം ചോദിച്ച് തലയ്ക്ക് നിറയൊഴിച്ച് ഭീരുക്കൾ, കലിമ ചൊല്ലാൻ അറിയാത്ത ഹിന്ദുക്കളെയും അമുസ്ലിങ്ങളെയും നിഷ്കരുണം കൊന്നൊടുക്കി ഭീകരന്മാർ. ഇതൊക്കെ കണ്ടിട്ടും കുലുക്കമില്ലാതെ ന്യായീകരണവുമായി ദേശവിരുദ്ധർ. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന്റെ പ്രതികരണമെന്നാണ് പ്രാകുളം ചെഗുവേര എന്ന പുതിയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറയുന്നത്. അയൽക്കാരുടെ വെള്ളം കുടി മുട്ടിക്കല്ലേ എന്ന് ചെറുകുവേരമാർ. ഉത്തരവാദിത്തം ആരുടെയും തലയിൽ കെട്ടിവെക്കരുത് എന്ന രോദനവുമായി അഭിനവ കേരള ഗാന്ധി. തികഞ്ഞ ദേശീയവാദി എന്ന് സ്വയം അവകാശപ്പെട്ട് നിലമ്പൂരിൽ നിലയുറപ്പിച്ചിരുന്ന ആര്യാടൻ മുഹമ്മദിനെ പറയിപ്പിക്കാൻ ഇന്ത്യൻ അധിനിവേശ കശ്മീർ എന്ന് കരയുന്ന പിന്മുറക്കാരി. ഭാരതം ചെയ്യേണ്ടത് ചെയ്തു തുടങ്ങിയപ്പോൾ മുട്ടിടിക്കുന്നു പാകിസ്ഥാന്. കിട്ടിയ അവസരം മുതലാക്കാൻ കുതന്ത്രവുമായി ചൈനയും. അകത്തുനിന്നും പുറത്തുനിന്നും ഭീകരരും ഒത്താശക്കാരും ഭാരതാംബയെ വെട്ടിമുറിക്കാൻ വെമ്പുമ്പോൾ ഒറ്റ ചോദ്യം: കഴിഞ്ഞില്ലേ സഹനത്തിന്റെയും അഹിംസാവാദത്തിന്റെയും സമയം? എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. അതിഥികളെ പരിചയപ്പെടാം. ഇന്ന് പുതിയൊരു അതിഥിയുണ്ട്. ഡോക്ടർ സയ്യദ് മുബീന സെഹ്റ, ഡൽഹി യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസറാണ്. മലയാളികളായ ഒട്ടേറെ വിദ്യാർത്ഥികളുണ്ട്. ചരിത്രകാരിയാണ്, കോളമിസ്റ്റാണ്. ലാഡ്ലി മീഡിയ അവാർഡ് അടക്കം ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ ചരിത്രകാരിയും അധ്യാപികയും. അനൂപ് ആന്റണി, BJP മാധ്യമ വിഭാഗം തലവൻ. ജി അനന്തകൃഷ്ണൻ, സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ, ഇന്ത്യൻ എക്സ്പ്രസ്. മേജർ രവി, അറിയപ്പെടുന്ന സംവിധായകനും അതിലുപരി മുൻ കരസേന ഉദ്യോഗസ്ഥനും. സലീം മടവൂർ, RJD. സ്വാഗതം എഡിറ്റേഴ്സ് ചോയ്സിലേക്ക്. ആദ്യം മേജർ രവിയിലേക്ക് പോകുന്ന കാര്യം അദ്ദേഹത്തിന് പോകാൻ ധൃതിയുണ്ടെന്ന് പറയുന്നു. ജയ്ഹിന്ദ് മേജർ രവി. രാജധർമ്മത്തിന്റെ സമയമായില്ലേ? കഴിഞ്ഞില്ലേ നയതന്ത്രത്തിന്റെയും ചർച്ചയുടെയും ഒക്കെ കാലം? ആ കാലം എന്നോ കഴിഞ്ഞിരിക്കുന്നു. കേൾക്കാം പറഞ്ഞോളൂ. സ്റ്റുഡിയോ അല്ല, അവിടുന്ന് സ്റ്റുഡിയോ ഒന്ന് ഭയങ്കരമായിട്ട് മേജർ രവിയിലേക്ക് വരാം. അനൂപ് ആന്റണി. ഹലോ അനൂപ് ആന്റണി, കേൾക്കാമെങ്കിൽ സ്വാഗതം. അനൂപ് ആന്റണി ജി, ഞാൻ പറഞ്ഞതങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നൊക്കെയാണ് പറയുന്നത്. സാമത്തിന്റെയും ദാനത്തിന്റെയും ഉപദേശത്തിന്റെയും ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും ഒക്കെ കാലം കഴിഞ്ഞില്ലേ? ഒരൊറ്റ ചോദ്യമാണ്, ഇത് അവസാനിപ്പിക്കേണ്ട സമയമായില്ലേ അനൂപ് ജി? തീർച്ചയായിട്ടും നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ കൃത്യമായി നമ്മളെല്ലാം കേട്ടതാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്കും നമ്മൾ ശ്രദ്ധിക്കണം. എക്കോ വരുന്നു, കേൾക്കാം. അദ്ദേഹം പറഞ്ഞത് നമ്മൾ പാകിസ്ഥാന് നട്ടെല്ലൊടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളെല്ലാം ശ്രദ്ധിച്ചാണ്. എന്തോ ലൈനിൽ എന്തോ ഒരു കേൾക്കാം അനൂപ് ജി, തുടരാം. എക്കോ വരുന്നു. അതെ, ഞാൻ പറഞ്ഞത്, നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞത്, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, പാകിസ്ഥാൻ്റെ നട്ടൽ ഒടിക്കും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ ഒരു പ്രയോഗം, ഇതിനെ വളരെയധികം ഗൗരവപരമായി, ഇതിനെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. കാരണം എൻ്റെ ഇത്രയും വർഷത്തെ എൻ്റെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ അനുഭവത്തിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഞാൻ ഒരു രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ഒരു നാഷണൽ സെക്യൂരിറ്റിയുടെ ഒരു സ്കോളർ എന്ന രീതിയിൽ പ്രവർത്തിച്ച അനുഭവത്തിൽ നിന്നാണെങ്കിൽ, അതും മനസ്സിൽ വെച്ചുകൊണ്ടാണെങ്കിൽ പോലും, വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും, നമ്മൾ ആ രാജധർമ്മത്തിൻ്റെ പാതയിൽ തന്നെയാണ്. എന്താണോ ചെയ്യേണ്ടത് അത് തന്നെയായിരിക്കും വരുന്ന ദിവസങ്ങളിൽ ചെയ്യാൻ പോവുക എന്ന് നരേന്ദ്രമോദിജിയുടെ ഈ ഒരൊറ്റ പ്രയോഗത്തിൽ കൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാവും. നട്ടെല്ലൊടിക്കുക എന്ന് പറയുന്നത്, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാഷ്ട്രം, നമുക്കറിയാം, നമ്മളൊരു ടെറർ സ്റ്റേറ്റ് എന്നാണ് പാകിസ്ഥാനെ വിശേഷിപ്പിക്കുന്നത്. ഇത്രയും നാളും ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യം, ഒരു സംസ്കാരം, അത് മാത്രം കൊണ്ടാണ് നമ്മൾ ഒരു പരിധി വരെയും നമ്മൾ ഒരു ലിമിറ്റ് കടക്കാതിരുന്നത്. നമുക്കറിയാം, ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യം, സംസ്കാരം, അത് ആരെയും അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമല്ല. പക്ഷെ മറിച്ച് ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഭാരതം തക്കതായ മറുപടി കൊടുത്തിട്ടുള്ള പാരമ്പര്യവും സംസ്കാരവുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഭാരതം ശാന്തമായി മുമ്പോട്ട് പോകുന്നു എന്നതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് വന്ന് എന്തും ചെയ്യാമെന്ന് പാകിസ്ഥാന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന നമ്മുടെ പെഹൽഗാമിൽ നടന്നിരിക്കുന്ന ദുഃഖകരമായ ഈ സംഭവത്തിൽ
വളരെ കൃത്യമായി തന്നെ ഭാരതത്തിന് ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നട്ടലൊടിക്കുന്ന ഒരു നിലപാടായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്ന രീതിയിൽ നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദാക്കിക്കൊണ്ട് പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് അതിനെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള വലിയൊരു നടപടി നമ്മൾ എടുത്തു. സൈനിക കാര്യങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇപ്പോൾ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായി ബന്ധപ്പെട്ട നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു 70-75% കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു നാടാണ്. അതിൻ്റെ ഹൈഡ്രോ പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിലെ കൂട്ട് അത്ര അഡ്വാൻസ്ഡ് ഒന്നുമല്ല. എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഈ ഇൻഡസ് സിന്ധു നദി അതിൻ്റെ ഒരു ശൃംഖലയെ മാത്രം ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ്. സത്ലജ് ഉൾപ്പെടെ, രാവി ഉൾപ്പെടെ, ബ്യാസ് ഉൾപ്പെടെ ഈ നദികളെല്ലാം, ജലം ഉൾപ്പെടെ ഈ നദികളെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. ഇന്ന് ഭാരതത്തിന് പാകിസ്ഥാൻ്റെ ആ ഒരു ഇതിനെ തന്നെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. വരുന്ന ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ കഴുത്ത് നമ്മൾ മുറുക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയായിരിക്കും ഇത്. പക്ഷെ ഇതൊരു ട്രെയിലർ മാത്രമാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ പലതും സംഭവിക്കാം. അതെല്ലാം ഈ ചാനലിൽ കൂടി എനിക്ക് പറയാൻ സാധിക്കില്ല. പറയേണ്ടവർ കൃത്യസമയത്ത് ചെയ്ത് കാണിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെപ്പോഴും ഇവിടെ ഭാരതത്തിലാണെങ്കിൽ പോലും വളരെ ദൗർഭാഗ്യകരമായ രീതിയിൽ പലരും ഇന്ന് പല ചർച്ചകളിലും പറയുന്നത് ഞാൻ കണ്ടു. അതായത് പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട്, ഇന്ത്യയുടെ കയ്യിലും ആണവായുധമുണ്ട്, പാകിസ്ഥാനും ഇന്ത്യയും ഒപ്പത്തിനൊപ്പം, അതുകൊണ്ട് നമ്മൾക്ക് അവരെ നേരിടാനാകുമോ? ആദ്യമേ വേണ്ടത് നമുക്ക് നമ്മുടെ ശക്തിയെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവുണ്ടാവണം. ഭാരതം എവിടെയാണ് നിൽക്കുന്നത്, പാകിസ്ഥാൻ എവിടെയാണ് നിൽക്കുന്നത്? ആനയും അമ്പഴങ്ങയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പാകിസ്ഥാന്റെ എക്കണോമിക് സ്ഥിതി ഇന്ന് എന്താണ്? ഭാരതം 4ാമത്തെ ലോക ശക്തിയാണ് സാമ്പത്തിക കാര്യത്തിൽ. പാകിസ്ഥാൻ പട്ടിണിയിൽ കഴിയുന്ന ഒരു രാഷ്ട്രമാണ്. പാകിസ്ഥാന്റെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ചൈനയോ അമേരിക്കയോ സഹായിക്കണം. ആ ഒരു സ്ഥിതിയിൽ കഴിയുന്ന ഒരു രാഷ്ട്രം. 1. 2, സൈനിക ശക്തിയിൽ പാകിസ്ഥാൻ 2 വർഷം മുമ്പ് വരെ 9ാം സ്ഥാനത്തായിരുന്നു ലോകത്തിന്റെ സൈനിക ശക്തിയിൽ. ഇന്ന് പാകിസ്ഥാൻ അതിൽ നിന്ന് 12ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. അതേസമയം ഭാരതം 4ാം സ്ഥാനത്താണ്. ലോകത്തിലെ സൈനിക ശക്തിയിൽ 4ാം സ്ഥാനത്താണ് ഭാരതം നിൽക്കുന്നത്. നമ്മുടെ സേനയുടെ ശക്തി പാകിസ്ഥാന്റെ ഡബിളാണ്, ഇരട്ടിയിലധികമാണ് നമ്മുടെ ഭാരതത്തിന്റെ ശക്തി. ഭാരതത്തിന്റെ ഒരു വർഷത്തെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 6 ലക്ഷം കോടി രൂപയാണ്. അതേസമയം പാകിസ്ഥാന്റെ എടുത്തു കഴിഞ്ഞാൽ വെറും 80,000 കോടി രൂപ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ ഡിഫൻസ് ബഡ്ജറ്റ് പോലും 8 ഇരട്ടിയാണ് പാകിസ്ഥാനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എന്തിനെയാണ് ഇങ്ങനെ ഭയക്കുന്നത്? അതുകൊണ്ട് ഭയക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ആരെങ്കിലും ഭാരതത്തിൽ പാകിസ്ഥാനെ ഭയക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും പാകിസ്ഥാൻ സിമ്പത്തൈസേഴ്സ് ആണ്. ഇന്ന് ഞാനൊരു TV ഡിബേറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാകിസ്ഥാനിലൊരു TV ഡിബേറ്റ് ആയിരുന്നു. പാകിസ്ഥാനിലെ TV ഡിബേറ്റിൽ അവർ പറയുകയാണ്, നമ്മൾ എന്തിനു ഭയക്കണം? കാരണം ഭാരതത്തിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ നമ്മുടെ സിമ്പത്തൈസേഴ്സ്. അവർ ഓരോരോ പേരെടുത്താണ് പറയുന്നത്. നമുക്ക് വേണ്ടി അവിടെ രാഹുൽ ഗാന്ധി ഇല്ലേ, നമുക്ക് വേണ്ടി അവിടെ CPM ഇല്ലേ, നമുക്ക് വേണ്ടി അരുന്ധതി റോയ് ഇല്ലേ, നമുക്ക് വേണ്ടി മമതാ ബാനർജി ഇല്ലേ, എണ്ണി പറയുകയാണ്. ഇവരെല്ലാം അവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഭയക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഭാരതത്തെ ആരെങ്കിലും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഭാരതത്തെ ജനങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഫ്ലോറിൽ, ഭാരതത്തിന്റെ കയ്യിലുള്ള ശക്തി, ഭാരതത്തിന്റെ ഉള്ളിലുള്ള ശക്തി, അത് ഇതുവരെയും പാകിസ്ഥാൻ കണ്ടിട്ടില്ല. ആ യഥാർത്ഥമായ ശക്തി ഭാരതം ഈ വരുന്ന ദിവസങ്ങളിൽ പാകിസ്ഥാനെ കാണിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ നടപടി ആയിക്കൊള്ളട്ടെ, മറ്റു നടപടികളായിക്കൊള്ളട്ടെ, ഇതെല്ലാം ഒരു ട്രെയിലർ മാത്രമാണ്. വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി കാണാൻ സാധിക്കും. പിക്ചർ അഭി ബാക്കി ഹൈ എന്നാണ് അനൂപ് ജി പറയുന്നത്. മേജർ രവിയിലേക്ക് ഒരിക്കൽ കൂടി. മേജർ രവി ക്ഷമിക്കണം, നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് പുതിയ സ്റ്റുഡിയോയിലേക്ക് മാറുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ അനൂപ് ജി പറഞ്ഞത് ഇതുവരെ കണ്ടത് ട്രെയിലർ മാത്രമാണ് എന്നാണ്. അങ്ങ് പറഞ്ഞു തുടങ്ങുകയായിരുന്നു, കഴിഞ്ഞില്ലേ ക്ഷമയുടെ, അഹിംസയുടെ, സഹനത്തിന്റെ സമയം? നമ്മൾ ഈ ക്ഷമയല്ലായിരുന്നു അത് ഒരു കണക്കിന് പറഞ്ഞാൽ അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു ഇത്രയും കാലം. ഈ മോദിജി ടേക്ക് ഓവർ ചെയ്യുന്നതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പല വിധത്തിലുള്ള ഷിംല കരാറൊക്കെ എന്നോ അവർ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇനി എന്ത് ഷിംല കരാറ്? സോ അതിനെക്കുറിച്ചിട്ട് അവരത് റദ്ദാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വി ആർ നോട്ട് ബോതേഡ് അബൌട്ട് ഇറ്റ്, ബിക്കോസ് ദാറ്റ് ഇസ് ബിൻ ഗോൺ ഫോർ എവർ. എന്നോ പോയിരിക്കുന്നു. വയലേഷൻ ഓഫ് സീസ് ഫയർ ഒക്കെ അവർ നടത്തി കഴിഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞ് ഷിംല കരാർ എന്നുള്ളൊരു സാധനം അവർ നടത്തേണ്ട ആവശ്യമില്ല. യു ഡു വാട്ട് എവർ യു ഫീൽ ലൈക്ക്. പിന്നെ രണ്ടാമത് ഇവിടുന്ന് ഇപ്പം നമ്മൾ ഓരോന്ന് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഇതിനു മുമ്പുണ്ടായിരുന്ന ഇന്ത്യ എന്നുള്ളത്, ഞാൻ പട്ടാളത്തിൽ സർവീസ് ചെയ്തിരുന്നത്, ഞാൻ 98 വരയ്ക്ക് ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുന്ന് ഷെല്ലിങ്ങും കാര്യങ്ങളൊക്കെ വന്നാലും നമ്മൾ ഇവിടുന്ന് റിട്ടാലിയേറ്റ് ചെയ്യാറില്ല. പട്ടാളക്കാർക്ക് അതിനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല.
പക്ഷെ ആ കാലം മാറി എന്നുള്ളത് ഞാൻ പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുള്ള ആ കാലമൊക്കെ മാറിയിരിക്കുന്നു. കാരണം 2014 ആഫ്റ്റർ മോദിജി ഹസ് ടേക്കൻ ഓവർ ദിസ് അണ്ടർസ്റ്റാൻഡിങ് ഇസ് വെരി മച്ച് ക്ലിയർ, ലൗഡ് ആൻഡ് ക്ലിയർ ടു ദ സോൾജേഴ്സ് ഇൻ ദ ബോർഡേഴ്സ്. അവർ പട്ടാളത്തിൻ്റെ അവിടെ സിയാച്ചിൻ തൊട്ട് താഴത്തോട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ പട്ടാളക്കാരോട് മോദിജി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് അവിടുന്ന് ഒരു ബുള്ളറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് 100 ബുള്ളറ്റ് അങ്ങോട്ട് അയക്കാനുള്ള പെർമിഷൻ എൻ്റെ കയ്യിലുണ്ട്, തന്നിട്ടുണ്ട്, അത് ചെയ്തോളൂ. അതിൻ്റെ റെപ്രിക്കഷൻസ് ആയിരുന്നു ഇപ്പം ആഫ്റ്റർ ദിസ് ഈ ഒളിച്ചിട്ടുള്ള ഈ ഭീരുക്കളുടെ അറ്റാക്ക് ഇത് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുൽവാമയിലാണെങ്കിലും അതൊരു ഭീരുക്കളുടെ അറ്റാക്ക് തന്നെയായിരുന്നു. ഇപ്പം നടന്നിരിക്കുന്ന പേൽഗാമിൽ നടന്നിരിക്കുന്ന ഭീരുക്കളുടെ അറ്റാക്ക്. അതല്ലാതെ ബോർഡറിൽ നിന്നുകൊണ്ട് അവരുടെ ഫേസ് ടു ഫേസ് അറ്റാക്കുകളോ അല്ലെങ്കിൽ ഷെല്ലിങ്ങുകളോ ഷെല്ലിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനൊക്കെ ഒന്നോ രണ്ടോ വളരെ ദുർലഭമായിട്ട് കാണുമായിരിക്കും. പക്ഷെ മറ്റുള്ള ആ ഒരു ഇടവേളയില്ലാതെ ഫയർ ചെയ്തിരുന്ന ഒരു സമയം അത് കഴിഞ്ഞിരിക്കുന്നു. അതില്ലാതെ ഇപ്പം പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രൊവക്കേഷനും എക്രോസ് എ ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫയറിങ് ഷെല്ലിങ് ഇതൊന്നുമില്ല. ബട്ട് അവരുടെ മിലിറ്റൻസി അതിനെ അവർ പണ്ടും കൊണ്ടു നടന്നിരുന്നു. ടിൽ 370 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നത് വരയ്ക്കും. അതുപോലെ തന്നെ 2014 ശേഷം ഇതുപോലുള്ള അറ്റാക്കുകൾ വളരെയധികം കുറഞ്ഞിരുന്നു. മിലിറ്റൻസി വാസ് റെഡ്യൂസ് ടു ഒരു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10%, 15% അത്രയേ ഉള്ളൂ. അതിൽ നിന്നും വളരെ കുറഞ്ഞു. ആഫ്റ്റർ ദ 370 ആർട്ടിക്കിൾ അങ്ങ് അബോളിഷ് ചെയ്തതിന് ശേഷം ജനങ്ങൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങി ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അത് ആവുന്നതിന് മുന്നേ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ലോക്കൽസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, നൈ സർ ഫിർ ഹം ഇധർ തോ ജമീൻ ഖരീദ് നഹീ പായേഗാ, ആപ് ലോഗ് ആക്കെ യാം ഘർ ബസായെങ്കിൽ ഫിർ ഹം കഹാൻ ജായെങ്കിൽ, ഇങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഞങ്ങളിവിടെ നിങ്ങൾ ഈ 370 എടുത്തു കളഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള പല ആളുകൾക്കും അപ്പുറത്തുള്ള ജമ്മു കാശ്മീരിന് വെളിയിലുള്ള പലർക്കും ഇവിടെ വന്ന് വീട് വാങ്ങിക്കാൻ പറ്റും, സ്ഥലം വാങ്ങിക്കാൻ പറ്റും. അപ്പം ഞങ്ങളൊക്കെ എവിടെ പോകുന്നുള്ളത്. അപ്പോഴും അവർ ചിന്തിക്കുന്നില്ല ഇത് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിരിക്കും. അവർക്ക് ഇന്ന് ഒരേക്കർ സ്ഥലത്തിന് കിട്ടുന്ന പ്രൈസിൻ്റെ 10 ഇരട്ടി ആയിരിക്കും അവർ. കാരണം എത്രയോ ഇഷ്ടംപോലെ സ്ഥലങ്ങളുള്ള പാവപ്പെട്ടവരുണ്ട്. പക്ഷെ ആ സ്ഥലം വിൽക്കാനോ അവർക്ക് അതിന് ക്രയവിക്രയം ചെയ്യാനോ ഉള്ള അവസ്ഥയില്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു 370 മുമ്പ്. ആപ്പിൾ തോട്ടങ്ങളുണ്ട്, ആപ്പിളിൻ്റെ വരുമാനമുണ്ട്, ഇതെല്ലാം ഉണ്ട്, സാഫ്രൻ്റെ വരുമാനമുണ്ട്. അതുപോലെ പല വരുമാനങ്ങളും ഉണ്ടെങ്കിലും അതിനെ ചാനലൈസ് ചെയ്തുകൊണ്ട് അതിനെ കറക്റ്റായിട്ടുള്ളൊരു വാണിജ്യമായിട്ട് മാറ്റാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. പക്ഷെ അതാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇപ്പം റെയിൽ ലൈൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം, ശ്രീനഗർ വരയ്ക്ക് റെയിൽ ലൈൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഒരു ലോറി ആപ്പിൾ ഷോപ്പിയാൻ നിന്ന് അത് ചണ്ഡീഗഡ് മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് ആ ലോറിക്ക് ഞാനൊരു 4 വർഷം മുന്നേ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ 1,47,000 രൂപ 50,000 രൂപയാണ് വാടക കൊടുക്കുന്നത് ഒരു ലോറിക്ക്. അപ്പോൾ ഈ ഒരു ലോറിക്ക് 1,50,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ പ്രൈസ് ഒന്ന് കുറച്ചു. അപ്പോൾ 1 കിലോ ആപ്പിളിന് അവർക്ക് കിട്ടുന്നത്, ആ കർഷകർക്ക് കിട്ടുന്നത് വെറും 10 രൂപ അല്ലെങ്കിൽ 12 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് 1 കിലോ ആപ്പിൾ. ആ ആപ്പിളാണ് നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ലുലു മാർക്കറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് കാശ്മീരി ആപ്പിൾ 190 to 280 റുപ്പീസ് വരെയൊക്കെയാണ് ഇത് വിൽക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അത് ഉണ്ടാക്കുന്നതും അതിൻ്റെ ഓണേഴ്സിനും കിട്ടുന്നവരും 10 രൂപയായിരുന്നു. ഈ 10 രൂപേനെയാണ് ഇപ്പോഴത്തെ ഈ ഡെവലപ്മെൻറ്റ്, അത് ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള റെയിൽ ലൈനും ഇതിൻ്റെയൊക്കെ ഹെഡ് റോഡുകളുടെ 6 ലൈൻ എല്ലാം വന്നതിന് ശേഷം എന്ത് പറ്റിയിരിക്കുന്നു, നൗ ദേ ആർ ഏബിൾ ടു സെൻഡ് ദിസ്. ഈ ചണ്ഡീഗഡ് വരേക്ക് എത്തേണ്ടത് റെയിൽ വന്നു കഴിഞ്ഞാൽ വെറും 40,000 രൂപയാണ് ഈ ഒരു ട്രക്ക് ലോഡിൻ്റെ സാധനം ഫ്രൈറ്റിൽ കയറ്റിവിടാനുള്ളത്. അപ്പം 1,10,000 അപ്പം തന്നെ അവരുടെ പോക്കറ്റിൽ വീഴുകയാണ് അഡീഷൻ. ഇതൊക്കെ അവർക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഒക്കെ ആയപ്പോഴത്തേക്കും ടൂറിസ്റ്റുകളുടെ വരവും അതുപോലെ തന്നെ ഹോട്ടലുകളിൽ സ്ഥലമില്ലാതെയാവുന്നതും ശിക്കാരക്കാർക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അവർക്ക് ഒരു ട്രിപ്പ് 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചിപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും മറ്റേത് ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം നോക്കുമ്പോൾ 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ ആയിരുന്നു അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാലത്തൊട്ടങ്ങ് തുടങ്ങുകയാണ് ഇവരുടെ. അപ്പോൾ ഈ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവിടെ ഡൽ ലേക്കിൽ പണ്ടൊക്കെ ഒരു 300 രൂപയ്ക്ക് വേണ്ടിയിട്ട് കെഞ്ചി നമ്മുടെ ടൂറിസ്റ്റുകളുടെ പുറകിൽ നടക്കുമായിരുന്നു. കാരണം ടൂറിസ്റ്റുകളില്ല. ഇന്ന് ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വരുമാനം കൂടാൻ തുടങ്ങിയപ്പോഴാണ് അവർ റിയലൈസ് ചെയ്ത് ഈ 370 ആർട്ടിക്കിൾ മാറിയത് കൊണ്ടല്ലേ ഇത്രയും ഫ്രീ ആയിട്ട് ആളുകൾ വരാൻ തുടങ്ങിയതും. അതുപോലെ ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ ഈ പുൽവാമ അറ്റാക്ക് കഴിഞ്ഞ് പുൽവാമയുടെ അല്ല പേൽഗാം അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം അവരെന്താണ് പറയുന്നത്, സെക്യൂരിറ്റി ലാപ്സസ്.
സെക്യൂരിറ്റി ലാപ്സസ് എന്നുള്ളത് ഇങ്ങനൊരു അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം വരുന്ന സമയത്ത് ഏതൊരു സ്ഥലത്താണെങ്കിലും സെക്യൂരിറ്റി ലാപ്സസ് ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ ഈ സെക്യൂരിറ്റി ലാപ്സസ് കൊണ്ട് മാത്രമാണെന്നുള്ളത് പറയരുത്. സെക്യൂരിറ്റി ലാപ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഈ സെക്യൂരിറ്റി ലാപ്സസ് പണ്ട് നിങ്ങൾ കാശ്മീരിൽ പോയിരുന്ന സമയത്ത് 370 മുമ്പേ എന്തെങ്കിലും ഒരു ലോക്കലായിട്ടുള്ളൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവിടെ ഹർത്താലും കല്ലേറും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഇന്ന് ഈ പേൽഗാമിൻ്റെ സംഭവം നടന്നതിന് ശേഷം അവിടെ ഒരു ഹർത്താൽ നടന്നിട്ടില്ല. കാരണം ലോക്കൽസ് വർ നോട്ട് എജിറ്റേറ്റഡ്. Locals were fully in support with the government and they were mourning with the tourists. ആ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയിട്ടും അവർ അഹോരാത്രം കിടന്ന് പണിയെടുക്കുകയായിരുന്നു. അവർ തന്നെത്താൻ കടകളെല്ലാം അടച്ചുകൊണ്ട് ആ കടകളുടെ മുന്നിരുന്നുകൊണ്ട് അവർ ദുഃഖം ആചരിക്കുമായിരുന്നു. അല്ലാതെ അതിനെ വയലൻ്റായിട്ടോ അതിനെ സന്തോഷമായിട്ട് ആഘോഷിക്കുകയല്ല ചെയ്ത്. അവിടെ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗും പിടിച്ചുകൊണ്ടായിരുന്നു കാശ്മീരിസ് പുറത്തിറങ്ങിയത്. ഇനിമേലിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല, പാകിസ്ഥാൻ മുർദാബാദ് എന്ന് വിളിക്കുന്നത് കാശ്മീരിൽ കേട്ടതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ലോക്കൽസ് ഇനിമേൽ ഇതുപോലുള്ള മിലിറ്റൻസിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിരിക്കും. അതെന്തുകൊണ്ടത്? ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് നിൽക്കുന്നതും നിങ്ങൾ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളത് ഏത് രാജ്യത്തെന്ത് വേണം. അല്ല, നിങ്ങളെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് കൊണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിമാനം എവിടെ പോയി? അപ്പോൾ അതിന് അങ്ങനെയുള്ള ശക്തരായിട്ടുള്ളവർ വേണം. കാരണം അത് എപ്പോഴാണ് ചെയ്യാൻ പറ്റുക? എനിക്കിവിടെ നിന്നൊന്നും കട്ടിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റേഴ്സും ആവുന്ന സമയത്ത് ദേ വിൽ വർക്ക് ഫോർ ദ പബ്ലിക്. ഇന്ന് നിതിൻ ഗഡ്കരിജി റോഡിൻ്റെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിട്ട് അവിടെ ഇരിക്കുന്നത്. എവിടെയാണ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു കറപ്ഷൻ്റെ ഇത് കേട്ടായിരുന്നോ? അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഭരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു മിനിസ്ട്രിയിൽ വലിയ കറപ്ഷൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ബിക്കോസ് എവറിത്തിങ് ഈസ് ചാനലൈസ്ഡ്. അവിടെ ഒരു പ്രധാനമന്ത്രി ഇരുന്നുകൊണ്ട് എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും എൻ്റെ വീട്ടിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വേണം, എൻ്റെ മരുമക്കൾക്ക് വേണം, ഇതെല്ലാം കൂടെ ഉണ്ടാക്കുന്ന മിനിസ്ട്രിയും. അതുപോലെ തന്നെ നമ്മൾ കണ്ടിരുന്ന ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത് എന്താണ്? അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് മക്കൾക്ക്, മക്കളിൽ നിന്ന് മരുമക്കൾക്ക്, മരുമക്കളിൽ നിന്ന് പേരക്കുട്ടികൾക്ക്, ഇതെല്ലാം ഒരു പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഹൈറാർക്കി അവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ എന്താണ് അവർക്ക്? എൻ്റെ വീട്ടിലേക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം സ്വത്ത്, അത്രയേ ഉള്ളൂ. ഇത് വരുന്ന സമയത്ത് ജനങ്ങളെ സഹായിക്കാൻ ആരും തയ്യാറില്ല. ഇത് തന്നെയാണ് കാശ്മീരിൽ വന്നിരുന്നത്. ഈ 370 ആർട്ടിക്കിളിന് മുന്നേ കാശ്മീരിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഇവിടുന്ന് സെൻട്രൽ അടിക്കുന്ന നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന്, നമ്മൾ കൊടുക്കുന്ന 1 ലിറ്റർ പെട്രോൾ അടിച്ചാലും നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്നുണ്ട് ടാക്സ്. ആ ടാക്സിൽ നിന്നാണ് സെൻട്രൽ ഗവൺമെൻറ് ഇവർക്ക് സബ്സിഡി കൊടുത്തിരുന്നത്. 6 കൊല്ലം ഭരിച്ചിരുന്ന ഓരോ ഗവൺമെൻറ്, അത് സെയ്ദി ഫാമിലി ആണെങ്കിലും ശരി, ഫറൂഖ് അബ്ദുള്ള ഫാമിലി ആണെങ്കിലും ശരി, ഈ 2 ഫാമിലിയുടെ മോണോപ്പൊളി ആയിരുന്നു കാശ്മീരെ കൺട്രോൾ ചെയ്യാന്ന്. അതുകൊണ്ടാണ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞ് മേര ഖൂൻ കോപ്പർസെ അല്ലെങ്കിൽ മേര ജാൻ കോപ്പർസെ എന്നൊക്കെ പറഞ്ഞിട്ട് ചില്ലാഴ്ച 370 ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഖൂൻക്ക് നദിയാം ബേഗ എന്നൊക്കെ പറഞ്ഞ് ഒരു നദിയും ബേഗയില്ല, ചുമ്മാ അതവിടെ ഇരുന്നു. കാരണം എന്താ വെച്ചാൽ മൂപ്പരിത് വിരട്ടിക്ക് നോക്കിയതാണ്. അപ്പോഴും ജനങ്ങളുടെ വിചാരം എന്താണ്? ഇവരൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണെന്ന്. ഇത് മാറിയിട്ട് സാധാരണഗതിയിൽ ലൈഫ് വന്ന് പൈസ ഡയറക്റ്റായിട്ട് ജനങ്ങളിലോട്ട് എത്താൻ തുടങ്ങിയപ്പോൾ, സെൻട്രലിൻ്റെ പൈസ എത്താൻ തുടങ്ങിയപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ പൈസയെല്ലാം ഇവന്മാർ ഈ ഫാമിലീസ് എല്ലാം അടിച്ചു മാറ്റിയിരുന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്നത്തെ ലോക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഫോർ ദിസ് 370. ദേ ആർ നോട്ട് ബോതേഡ്. ഏറ്റവും അധികം അന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? 35 ആർട്ടിക്കിൾ പോയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് സാർ. കാരണം ഞങ്ങളുടെ പെൺകുട്ടികളെ ഇവിടുന്ന് കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാലും അവർക്ക് തിരിച്ച് ഈ സ്വത്തിൽ അവകാശമുണ്ടെന്ന് പറയുന്ന കാശ്മീരീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. 370 പോയി കഴിഞ്ഞാൽ അവരുടെ പേടി എന്തായിരുന്നു? ഇവിടെ ആരും വന്നിട്ട് പിന്നെ ഇവിടെ മറ്റുള്ളവരെല്ലാം വന്ന് സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ല എന്ന്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർക്കെല്ലാം അത് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇന്നിപ്പം കഴിഞ്ഞ വർഷത്തിൻ്റെ ടൂറിസ്റ്റ് ഇൻഫ്ലോ കണ്ടിട്ടാണ് ജനങ്ങളാകെ കണ്ണുകളിരിക്കുന്നത്. അത് ഈ മിലിറ്റൻസ് ആണെങ്കിലും ശരി, പാകിസ്ഥാൻ ആണെങ്കിലും ശരി. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഒന്നാമത്തത് അവിടെ ഇരിക്കുന്ന ഒരു, സോറി ടു യൂസ് ദാറ്റ് വേർഡ്, എനിവേ ഐ ആം നോട്ട് യൂസിങ് ദാറ്റ് വേർഡ്, ഒരു തന്നെ ഒരു സ്വച്ഛാധിപത്യം ആവാൻ വേണ്ടി നിൽക്കുന്ന ഒരു ആർമി ചീഫ് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ മനുഷ്യന് ആദ്യം ASIയുടെ ടോപ്പ് മാനായിരുന്നു. അപ്പോൾ ഇന്ന് ISIനെ അയാൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ ഇൻഫ്ലുവൻസും അയാൾക്കുണ്ട്. അതങ്ങനെ വരികയാണെങ്കിൽ മുഷഫ് ചെയ്ത പോലെ തന്നെ ഒരു കാർഗിൽ യുദ്ധം പോലൊരു സംഭവം ഉണ്ടാക്കിക്കൊണ്ട് പാകിസ്ഥാനിന് ഒരു വിധത്തിലുള്ളൊരു അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അയാൾക്ക് ടോപ്പിൾ ചെയ്യണം. അവിടെ റൂൾ ചെയ്യുന്ന ഗവൺമെൻറ്റിനെ ടോപ്പിൾ ചെയ്തുകൊണ്ട് മിലിറ്ററി റൂൾ വരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അവിടെ കാത്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ സംശയം എന്നുള്ളതെല്ലാം ഞാൻ നിങ്ങളോട് ഓരോരുത്തരും ചോദിക്കുന്നതാണ്. എന്നാണ് നിങ്ങൾ ഇതുവരെ മിലിറ്റൻസ് ഇവിടെ വന്നിട്ട് വെടിവെച്ചിട്ട് കൊല്ലുന്ന സമയത്ത് പരസ്യമായിട്ടോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ പോയിട്ട് നിങ്ങൾ കൽമ ചൊല്ലുക അല്ലെങ്കിൽ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നുള്ളതും ഒരു വിധത്തിലുള്ള മിലിറ്റൻ്റ് അറ്റാക്കിലും ഒരു ആർമിക്കാരും കേട്ടിട്ടില്ല. പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അന്നെന്താണ്, പണ്ഡിറ്റ്ജിമാർ അവിടെ ഉണ്ടായിരുന്നു. ഇന്നൊരു ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ചോദിക്കുന്നതിന് അവിടെ പ്രസക്തിയില്ല. പക്ഷേ എന്തുകൊണ്ട് നിങ്ങളത് ലൗഡായിട്ട് ചോദിച്ചു? രണ്ടാമത്, നിങ്ങൾ മോദിയോട് പോയിട്ട് പറ,
ഇതിനു മുന്നേ പല പ്രൈം മിനിസ്റ്റേഴ്സോട് ഭരിച്ചിട്ടുണ്ട്. നിങ്ങൾ നരസിംഹറാവുവിനെ പോയി പറ, അല്ലെങ്കിൽ മൻമോഹൻ സിംഗിനോട് പോയി പറ എന്നുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ പിറകിൽ ഒരു വലിയൊരു സാജിഷുണ്ട്, ഒരു എന്തൊക്കെയോ പ്ലാനിങ് ആണ്. അത് നേരത്തെ എനിക്കിന്ന് കാലത്ത് വന്നിട്ടുള്ള ഒരു ഇതുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് ചുറ്റും ശത്രുക്കളാണ്, ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് അകത്ത് തന്നെ ശത്രുക്കളുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ശത്രുക്കളെയാണ് നമ്മൾ ഇനി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതുപോലുള്ളൊരു സംഭവം നടന്നപ്പം നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ചാൻസാണ്. ഗവൺമെൻറ്റിന് ഇത് സീരിയസ് ആയിട്ട് ഓരോരോ വ്യക്തിയെയും മേജർ രവി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഡോക്ടർ സയ്യിദിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം അനന്തകൃഷ്ണൻ വളരെ കൃത്യമായി വളരെ നാളായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് അങ്ങ്. ഇതെന്തുകൊണ്ടാണ് ഒറ്റ നോട്ടത്തിൽ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, മണ്ടത്തരമാണ്, സൂയിസൈഡൽ എന്നൊക്കെ കേട്ടിട്ടുള്ളത് പോലെ വന്ന് കയറിയിരിക്കുകയാണ് ഭാരതത്തിൻ്റെ മണ്ണിലേക്ക്, പവിത്രമായ മണ്ണിലേക്ക്. ഇവരിതിലേക്ക് നയിച്ചത് എന്താണ്? ഒരു ഭാഗത്ത് പണ്ട് പർവേസ് കാണിച്ച പോലെ ഒരു അഭ്യാസം കാണിക്കാൻ പുതിയ ആർമി ചീഫ് തുടങ്ങിയതാണോ? ഷഹബാസ് ഷെരീഫ് വന്നിട്ട് പറയുന്നു സുതാര്യമായ നിഷ്പക്ഷമായ അന്വേഷണത്തിന് തയ്യാറാണെന്ന്. എന്തു സുതാര്യം, എന്ത് നിഷ്പക്ഷം? നിങ്ങളുടെ അവിടെയുള്ള തീവ്രവാദ ക്യാമ്പുകളെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്, നിങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനെ കുറിച്ച്. ഇതിനുമപ്പുറം ബലൂചിസ്ഥാനിൽ നേരിടുന്ന പ്രശ്നങ്ങളാണോ, ചുറ്റുമുണ്ടാകുന്ന പ്രശ്നങ്ങളാണോ? ഏറ്റവും ഒടുവിൽ ലോക ബാങ്ക് മുന്നറിയിപ്പ് തന്നതുപോലെ 1 കോടി പാക് ജനത പട്ടിണിയുടെ വക്കത്താണ്. ഇന്റേണൽ ഇഷ്യൂസിൽ നിന്ന്, ഭരണപരാജയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു സർക്കാരിൻ്റെയും എങ്ങനെയെങ്കിലും ഇപ്പോൾ മേജർ രവി പറഞ്ഞ പോലെ ഭരണം പിടിച്ചെടുക്കാനുള്ള സേനാധിപന്റെ ഒരു ആർത്തിയിൽ നിന്നുമൊക്കെയാണോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്? പാകിസ്ഥാൻ ഒഴിഞ്ഞു മാറാനാകുമോ അനന്തകൃഷ്ണൻ ഇതിൽ നിന്ന്? നമസ്കാരം പ്രദീപ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ്, ക്ലിയർ ആണ്, പ്ലീസ്. Am I audible? Yes, Anandarshan, go ahead. ഓക്കെ. ഞാനൊരു ഡിസ്ക്ലെയിമറോട് കൂടി തുടങ്ങട്ടെ. ഞാൻ ഈ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി എൻ്റെ അഭിപ്രായങ്ങൾക്ക് ബന്ധമൊന്നുമില്ല. ഇനി പ്രദീപിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. വളരെ സങ്കടം പിടിച്ച നിമിഷങ്ങളിലൂടെയാണ് ഭാരതം കടന്നു പോകുന്നത്. ഇത്രയും ക്രൂരമായ ഒരു ആക്രമണം നമ്മൾ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. മുംബൈ അറ്റാക്ക് ശരിയാണ്. അത് കഴിഞ്ഞാൽ തീവ്രത വളരെ നാളുകളായി സമാധാനം ഉണ്ടായിരുന്ന കശ്മീരിൽ ഇന്നിങ്ങനെ പൊടുന്നനെ ഉണ്ടാവാനുള്ള സാഹചര്യം, ആ സാഹചര്യത്തെക്കുറിച്ച് പ്രദീപ് പറഞ്ഞതുപോലെ പല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും ഈ സമയത്ത് ഇങ്ങനെ വന്നതെന്ന്. ചിലർ പറയുന്നു അത് ബലൂചിസ്ഥാനിൽ ബലൂച്ച് റിബൽസ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പഴയതുപോലെയല്ല, അവർ ശക്തി ആർജിച്ചിരിക്കുന്നു, അവർക്ക് ആയുധ സപ്ലൈ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ന് പാകിസ്ഥാൻ ആർമിയെ ആ ട്രെയിൻ തടഞ്ഞു നിർത്തി 250 പട്ടാളക്കാരെ വധിച്ച കഥകളൊക്കെ നമ്മൾ വായിച്ചതാണല്ലോ. അങ്ങനെ ഒന്ന്. അതിനോട് ചൈനയിൽ നിന്നും അവർക്ക് പാകിസ്ഥാന് ചൈനയിൽ നിന്നുള്ള ആയുധ സപ്ലൈ ഉണ്ട്. എങ്കിൽ പോലും ഗ്വാദർ തുടങ്ങിയ പ്രദേശങ്ങളിൽ പാകിസ്ഥാനും ചൈനയും ചേർന്ന് ചെയ്യുന്ന എക്സ്പ്ലോയിറ്റേഷൻ, ബലൂചിസ്ഥാൻ വളരെ മിനറൽ റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടെ ഇവർ ചെയ്യുന്ന ഈ എക്സ്പ്ലോയിറ്റേഷന് ഇനിയെങ്കിലും അറുതി വരുത്തണമെന്ന് രണ്ടും കൽപ്പിച്ച് ബലൂച്ച് റിബൽസ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. 2, പാകിസ്ഥാനിൽ തന്നെ ഇമ്രാൻഖാനെ വളരെയേറെ നാളുകളായി അവർ ജയിലിലിട്ടിരിക്കുകയാണ്. ഇമ്രാൻഖാൻ്റെ ഒരു പാർട്ടിയുടെ ഒരു പ്രഷറുണ്ട് സർക്കാരിൻ്റെ മേൽ. ഈ സർക്കാർ ഒരു ഞാണിന്മേൽ കളിയാണ് അവിടെ നടത്തുന്നത്. നിലവിലുള്ള സർക്കാർ പട്ടാള ഭരണമാണ്, അവിടെ പട്ടാളമാണ് സർക്കാരിനെ ഭരിക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു ഇൻറ്റേർണൽ ഇഷ്യൂ കൂടി അവിടെ വളരെ വ്യക്തമായിട്ടുണ്ട്. കൂടാതെ ഈ മേ ബി 2014 സർക്കാർ വന്നതിന് ശേഷമായിരിക്കണം നമ്മൾ ഒന്നും കണ്ടില്ല എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല, നടിക്കാൻ പറ്റില്ല. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പാകിസ്ഥാനെ ഇക്കണോമിക്കലി കട്ട് ഓഫ് ചെയ്യാനും ഒരു പ്രതിരോധ വലയം ചുറ്റും തീർക്കാനുള്ള നടപടികൾ ഭാരത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടായിരുന്നിരിക്കണം. അതിൻ്റെയൊക്കെ ആ പ്രഷറിൽ നിന്ന് മുക്തി നേടേണ്ടത് പാകിസ്ഥാന് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ.
പാകിസ്ഥാനെ ഉണ്ടാക്കിയത് തന്നെ ഈ നമ്മുടെ ഈ ഹെമിസ്ഫിയറിൽ ഒരു എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ നിലനിർത്തുവാൻ വേണ്ടി തന്നെയാണ് എന്ന് ഒബ്സർവേഴ്സ് എല്ലാവരും പറയുന്നതാണ്. അപ്പോൾ അതാണ് നിലവിലെ സ്ഥിതി. അപ്പോഴാണ് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നതും അതിൻ്റെ ബാക്കി പത്രങ്ങൾ നമ്മൾ കാണുന്നതും. എഡിറ്റേഴ്സ് ചോയ്സ് തുടരുകയാണ്. സലിം മടവൂരിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു നിമിഷം അനൂപ് ജിയിലേക്ക്. അനൂപ് ആന്റണി ജി, എന്താണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്? ഇത്ര ബുദ്ധി കുറഞ്ഞവരൊന്നുമല്ല പാകിസ്ഥാനിലുള്ളത്. ഒന്നുമല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് വിഭജിച്ച് പോയവരല്ലേ. അപ്പോൾ ഇത് ഈ ഭരണപരാജയം മറച്ചു വയ്ക്കാനുള്ള ശ്രമമാണോ? അതോ അവിടെ ഈ സ്ഥിരമായി നടക്കുന്ന പോലെ പ്രധാനമന്ത്രി ഇങ്ങനെ വെറും ഒരു റബ്ബർ സ്റ്റാമ്പായി വെച്ചിട്ട് ആർമി തലവൻ, പേര് പോലും പറയാൻ കൊള്ളില്ല എങ്കിൽ പോലും അയാൾ പറയുന്ന ക്ലെയിംസ് ഒക്കെ വെച്ച് നോക്കിയാൽ ദ്വിരാഷ്ട്രവാദവും ഒക്കെ ആയിട്ട് വരുന്നു. അദ്ദേഹം കാണിച്ച ഒരു പർവേസ് മുഷറഫ് സ്റ്റൈലിലുള്ളൊരു അഭ്യാസമാണോ? അതോ അതിനുമപ്പുറം ഇവരിങ്ങനെ വാരി വിതറിയ വിഷവും ഇവർ പ്രയോഗിച്ച കുതന്ത്രങ്ങളും ബലൂചിസ്ഥാൻ വഴി തിരിച്ചടിക്കുന്നതിലുള്ള വേദനയാണോ? ചൈനയിൽ നിന്ന് ഉദ്ദേശിച്ച രീതിയിൽ സഹായം കിട്ടാത്തതാണോ? ഈ സൂയിസൈഡൽ ആത്മഹത്യാപരമായ നടപടികളിലേക്ക് ഇവരെ കൊണ്ട് എത്തിക്കുന്നത് എന്താണ്? സർവനാശത്തിലേക്കുള്ള വഴി തുറക്കുന്നത്? അനൂപ് ജി. വാക്കാണ് പ്രദീപ് ജി ഉപയോഗിച്ചിരിക്കുന്നത്, സൂയിസൈഡൽ. കാരണം നേരത്തെ ഇവിടെ രവിജി പറഞ്ഞു, ഈ പാകിസ്ഥാനിലുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻഡ് സ്റ്റേറ്റ് അല്ല ഭാരതത്തിൻ്റെ കൂട്ട്. ഭാരതം ഇത്രയും വൈവിധ്യമാർന്ന ഇത്രയും വലിയ രാഷ്ട്രമാണെങ്കിൽ പോലും നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്. എല്ലാ സംവിധാനത്തിനും അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ട്. ജുഡീഷ്യറിക്ക് അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ട്, എക്സിക്യൂട്ടീവിന് ഡിസിപ്ലിൻ ഉണ്ട്, ഓപ്പോസിഷന് അതിൻ്റെതായ ഡിസിപ്ലിൻ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു പരിധിവരെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ സേനകൾക്ക് അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ട്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജനറൽമാർ അവരുടെ വിംസ് ആൻഡ് ഫാൻസീസ്, അവരെക്കുറിച്ച് ഈ യൂറോപ്യൻസും അമേരിക്കക്കാരും പറയുന്നത് വിസ്കി ഡ്രിങ്കിങ് ഫൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്ത് കാണിക്കുന്നത് അവരുടെ വലിയ ഒരു ആദർശവും ഒരു ഇസ്ലാമിക ജീവിത രീതിയൊക്കെ ആണെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ 2 വിസ്കിയുടെ ഷോട്ടിലാണ് ഇവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അന്നേരം അവർ ഉടനെ വിളിച്ചിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഹാഫിസ് സയ്യിദിനെ പോലുള്ള ആരെയെങ്കിലും വിളിച്ചിട്ട് ഉടനെ അവർക്ക് തോന്നുന്ന ഒരു ബുദ്ധിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയും. അതാണ് ഇങ്ങനെ കലാശിക്കുന്നത്. ഇന്ന് ഞാൻ വളരെ രസകരമായ ഒരു വളരെ പോയിഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ വായിച്ചു. അപ്പോൾ ആ ആർട്ടിക്കിളിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരു വരി എന്നെ ആകർഷിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഭാരതത്തിലെ ഒരു സാമാന്യ യുവാവിന്, ഒരു കുട്ടിക്ക് അവൻ്റെ അംബീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഒന്നുകിൽ എലോൺ മസ്ക് ആവണം, അല്ലെങ്കിൽ അവന് സച്ചിൻ ടെണ്ടുൽക്കർ ആവണം, അല്ലെങ്കിൽ മുകേഷ് അംബാനി ആവണം. പക്ഷെ പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ അത് തിരിച്ചാണ്. അവനാവേണ്ടത് ഹാഫിസ് സയ്യിദാണ്, അവനാവേണ്ടത് ഒസാമ ബിൻ ലാദനാണ്. അങ്ങനെയുള്ളൊരു വലിയ വർഗം അവിടുത്തെ സമൂഹം തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ സമൂഹത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ വിഡ്ഢികളായിട്ടുള്ള കുറച്ച് ആർമി ജനറൽമാർ, അവർക്ക് അന്നേരം തോന്നുന്ന അവിടെ വിംസ് ആൻഡ് ഫാൻസീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്തത് പോലും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. പണ്ട് കാർഗിൽ നടന്നതും അങ്ങനെയാണ്, നമുക്കെല്ലാം അറിയാം. പർവേസ് മുഷറഫ് എന്ന് പറയുന്ന ഇതുപോലെ തന്നെ ഒരു വിഡ്ഢ്യാസുരനായിട്ടുള്ള ഒരു ജനറലിന് ഒരു സുപ്രഭാതത്തിൽ തോന്നി, ഞാൻ ഭരണം പിടിച്ചടക്കിയിട്ട് ഇന്ത്യയുടെ ആക്രമണത്തിന് വന്നു. എന്താണ് അതിൻ്റെ അനുഭവം എന്നുള്ളത് പർവേസ് മുഷറഫ് ഇന്ന് എവിടെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെയായിരുന്നു 1971 ഇതുപോലെ തന്നെ ഇപ്പോൾ ഭാരതവുമായിട്ട് ഏറ്റുമുട്ടി ഭാരതത്തിൻ്റെ ബംഗാൾ തന്നെ വലിയ രീതിയിൽ അവിടെ ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കാമെന്നൊക്കെ ഒരു ദുർമോഹമായി ഇരുന്നുകൊണ്ടുള്ള കുറേ ജനറൽമാർ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പുതിയൊരു രാജ്യം തന്നെ ഉടലെടുത്തു. അപ്പോൾ ഇങ്ങനെ കുറച്ച് വിഡ്ഢ്യാസുരന്മാർ അവിടെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാരണം. പക്ഷെ അവരുടെ ഉള്ളിലുള്ളവരുടെ പ്രശ്നങ്ങൾ ഈ വിഡ്ഢ്യാസുരന്മാർ ഏറ്റവും വലിയൊരു തെളിവാണ്. അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പോലും അവർക്ക് മനസ്സിലാക്കുന്നില്ല. ബലൂചിസ്ഥാന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ബലൂചിസ്ഥാൻ മാത്രമല്ല, ബലൂചിസ്ഥാനിൽ ഇപ്പോൾ ഭാരതവുമായിട്ട് കാർഗിൽ പോലെ യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ ബലൂചിസ്ഥാൻ ബംഗ്ലാദേശ് പോലെ ഒരു രാജ്യമായി മാറും. അത് മാത്രമല്ല, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ വളരെയധികം തീവ്രമായ ഒരു ഇസ്ലാമിക ചിന്താധാരം വെച്ചുകൊണ്ട് പോകുന്ന താലിബാന്റെ ഒരു വലിയൊരു ഘടകം പാകിസ്ഥാനിലുമുണ്ട്, തെഹ്രീക്ക് താലിബാൻ. ആ തെഹ്രീക്ക് താലിബാൻ ഇന്ന് പഞ്ചാബ് പ്രവിശ്യയിലൊക്കെ വളരെ സ്ട്രോങ് ആണ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനിലിരിക്കുന്ന താലിബാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പ്രവിശ്യ തന്നെ അവർ കൊണ്ടുപോകും. അങ്ങനെ ഉള്ളിലൊരു വലിയ ഇൻസ്റ്റബിലിറ്റിയോടെ നിൽക്കുന്ന പാകിസ്ഥാൻ ഇത് കാണിക്കുന്ന ശുദ്ധ മണ്ടത്തരമാണ്. അതുകൊണ്ട് തന്നെയും നമ്മളിപ്പോൾ പാകിസ്ഥാനെ തിരുത്താനൊന്നും പോകുന്നില്ല, ഇത് നമുക്കൊരു അവസരമാണ്. ഈ മണ്ടത്തരത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയും നമ്മൾക്ക്
പണ്ട് പലതും നേടാനായിട്ടില്ലെങ്കിൽ അത് പലതും നേടാനുള്ള ഒരു അവസരമായിട്ടാണ് ഭാരതം ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതും ഈ ഒരു അവസരത്തെ നമ്മൾ മുതലാക്കിക്കൊണ്ട് നമ്മൾ നേരത്തെ നടക്കാഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോൾ സാധിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പിന്നെ ഞാൻ നേരത്തെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞു വരുന്നപ്പോഴാണ് ഓഡിയോ കട്ടായത്. നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ ഡിപ്ലോമസി കൂടെ ഒന്ന് മനസ്സിലാക്കണം. പ്രദീപ് ജി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം ക്ലിയർ ആണ്. പ്ലീസ് ഗോ അഹെഡ്. പാകിസ്ഥാന് ഒരു മൂഢസ്വർഗത്തിൽ നിൽക്കുന്നതിനുള്ള മറ്റൊരു കാരണം ലോക ഡിപ്ലോമസി മാറിയതിന്റെ വഴികളൊന്നും പാകിസ്ഥാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അമേരിക്കയിൽ ഇന്ന് ഭരിക്കുന്നത് ട്രംപാണ്. അതുപോലെ തന്നെ ലോക രാജ്യങ്ങൾ കഴിഞ്ഞ 10 വർഷം എല്ലുമുറിയെ പണിയെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ രാഷ്ട്രങ്ങളും, ഇവിടെ പലരും കളിയാക്കി അദ്ദേഹത്തെ, പക്ഷെ എന്നിരുന്നാൽ പോലും ഓരോ രാഷ്ട്രങ്ങളും സന്ദർശിച്ച് അവിടുത്തെ രാഷ്ട്ര തലവന്മാരുമായി ഒരു വലിയ അഗാധമായ ബന്ധം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പുതിയ ഡിപ്ലോമസിയിലേക്ക് ഭാരതം കഴിഞ്ഞ 10 വർഷത്തിൽ വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ ഒരു വിഷയത്തിൽ പോലും ഇറാൻ അല്ലെങ്കിൽ സൗദി അറേബ്യ പോലുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും ഭാരതത്തോടൊപ്പമാണ്, പാകിസ്ഥാനോടൊപ്പമല്ല. വരുന്ന ദിവസങ്ങളിൽ കാണാൻ കഴിയും പല രാഷ്ട്രങ്ങൾ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇന്ത്യക്കൊപ്പം അണിചേരും. അമേരിക്ക ആണെങ്കിൽ അമേരിക്കയുടെ മാറി ഡിപ്ലോമസി നമ്മൾ കണ്ടു. അമേരിക്ക ലോക ഡിപ്ലോമസിയിലേക്ക് കടക്കുന്നതിന് പകരം സ്വന്തം താല്പര്യങ്ങളെ ആദ്യമേ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്ലോമസിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ട്രംപ് എടുക്കാൻ പോകുന്ന ഡിപ്ലോമസി എന്തായിരിക്കും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ചൈനയ്ക്ക് പോലും ഒരു പരിധിവരെ പാകിസ്ഥാനെ സഹായിക്കാനാവില്ല. ഇങ്ങനെ ഉള്ളിൽ നിന്നും വളരെ ദുർബലം, പുറത്തു നിന്നും വളരെ ദുർബലമായിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇന്ന് പാകിസ്ഥാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഭാരതത്തെ സംബന്ധിച്ച് രാജധർമ്മം നിർവഹിക്കാനുള്ള ഏറ്റവും വലിയൊരു സമയമാണിത്. ആ സമയത്തെ ഭാരതം കൃത്യമായി ഉപയോഗിക്കും. റൈറ്റ്. അനൂപ്ജി തിരികെ എത്താം. സലിംജി അങ്ങയിലേക്ക് വരാം. ഡോക്ടർ സയ്യദ് മുബിൻ ജെഹ്റ, വെൽക്കം ടു കേരള, വെൽക്കം ടു ജനം TV. I have seen your writings. Can you please put across your first thoughts on what happened in Pahalgam in the name of Islam, asking people to say and recite kalima or take the pledge and then firing at their heads, ISIS style? Thank you for inviting me here, and I'm glad to be here with my friends here. My greatest handicap here is that I am not able to understand this beautiful language, but what I could gather from the tone of my friends here who are from across different political ideologies and political parties, but I presume and I'm very sure that at this hour of grief and tragedy that has struck our nation, they all are in one voice and standing with our nation. Having said that, if you're going to ask my thoughts are not going to be any different from any Indian whose heart is bleeding with this tragedy that has struck us. But being an educator and being a historian, I think that this is not the time for any introspection on analyzing the kind of terror that we have faced. We all have to stand in a single voice against the terror that has happened and that our country has faced, our countrymen has faced. And I think our leadership is well equipped and in the process of dealing with this issue that has risen in our country. Now, I would also want to put some light on this issue of terrorism. Now, this issue of terrorism is not an issue that has to be defended. If I am seeing anybody defending it, I think that that's very wrong in perspective of being a human being. Now, what is important is that there is an important inner-looking vision that has to be within the people whose voice matter, religious leaders whose voice matter. And my friend, let me tell you that this has happened. This tragedy has seen a different Kashmir. There has been our national flag marches, and there has been extreme resentment. So
there has to be a resentment, there has to be a strong condemnation, and I would go beyond this. I would say that this condemnation is not going to help. There has to be an accountability set. We have been shouting, we have been facing Pahalgam, we have been facing terrorism for past so many years from our neighbors, and we have been very kind to them. So there has to be some kind of reaction, there has to be some kind of accountability, and there has to be some kind of a collective voice which has to not be talking about any particular religion, which has not to be talking about any particular ideology, but we all have to stand together against this extremist hotbed of terrorism, which is our neighbor, Pakistan, and we all know, and there is enough proof about it. Now, there is another reason. There is an economic reason also. Kashmir was changing. I'll tell you, my friends here, that teaching in Delhi University, I've seen students from all over the country coming. It's every class is like a mini India. And I've had students from Kashmir also. They are very upset. They are very sad because Kashmir was changing. The new, there was a wave of change. The trains coming, the communication happening, the tourism that was happening. The people were happy. We've had so many Kashmiri students getting into bureaucracy, coming up into important positions. So the youth of Kashmir, the new Kashmir that we are talking about is very sad. There is immense resentment. Now, having said that, I'm not going to go into the politics of it because I have my firm belief in our leadership and in the democratic principles that we hold and the way we deal with terrorism. I think I have full confidence and full support and full faith in my system and my leadership. They will definitely have a solution and also a dealing with this. So this is a very trying time for us, and I think India has stood true and firm and has again proved that we are not going to be divided. And what is the importance of this country that has been throwing terrorism to us from so many years? Just look at the political situation there. Just look at their economic situation there. I work on gender issues. You just look at the gender problem there. There are so many social issues over there. I mean, I don't know how is it that their entire intention is on creating terrorism, terror camps. So yes. One more important thing that I would like to say is there is a need. I don't hear the world. There are many important countries in the world that they have reached out to our leadership. They have condemned this. But I am still waiting from countries that are following the religion that was asked and that was maligned. It's the responsibility of those countries to speak out and say that this is not the religion that was propagated. This is not our religion. It's okay, you can say that, but it's the responsibility of these countries to also come up and support India and support humanity, because killing innocent people who don't even carry arms, they are just there having their holiday. I think there has been no gory example than this of terrorism. So my feelings, my heart is the same as all my Indian brethren here. It's bleeding with pain, and we all are looking up to our leadership, and we have full faith in them, and also my brothers here who are from different political parties. Whatever I could gather from my understanding of the tone, like I said, I do find a voice of resentment against the terror that we have faced, and it's time that we all unite and fight against it. Right, ma'am. I'll come back to you. വളരെ പെട്ടെന്ന് വളരെ വ്യക്തമാണ് ഡോക്ടർ സയ്യദ് മുബിൻ ജയറയുടെ വാക്കുകൾ. ഒന്ന്, കേവലം അപലപിക്കൽ പോല, ഇനി ഉത്തരം പറയണം.
ഇതിന് ഉത്തരവാദികൾ ഉത്തരം പറയണം. 2, പാകിസ്ഥാനോട് അടുത്ത ചോദ്യം, എന്തിനാണ് ഇങ്ങനെ കയറ്റിവിടുന്നത്? എന്തിനാണ് സ്വന്തം രാജ്യത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എന്തിനാണ് ഇവിടേക്ക് ഇങ്ങനെ ഈ തീവ്രവാദം കയറ്റുമതി ചെയ്യുന്നത്? വളരെ വ്യക്തമാണ്. ഡോക്ടർ സയ്യദ് പാകിസ്ഥാനെ പേരെടുത്ത് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഹോട്ട് ബെഡ് ഓഫ് ടെററിസം എന്ന്. അവിടെ വളർത്തി, നഴ്സറിയിൽ വളർത്തി വലുതാക്കി ഇങ്ങോട്ട് വിടുന്നു. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനം, ദൈവത്തെയോർത്ത് ഇസ്ലാമിൻ്റെ പേരിൽ നിങ്ങൾ ഈ തോക്കെടുത്തിറങ്ങരുത്, ഇതല്ല ഇസ്ലാം എന്ന് ഡോക്ടർ സയ്യിദ് പറയുന്നു. ഏറ്റവും സുപ്രധാനം, ഇസ്ലാമിക രാഷ്ട്രങ്ങളോടായിട്ടാണ് പ്രൊഫസറുടെ ആഹ്വാനം. മൗനം പോരാ, അപലപിക്കൽ പോരാ, തുറന്നു പറയണം ഇതല്ല ഇസ്ലാമെന്നും തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞ് ഭാരതത്തോടൊപ്പമാണെന്ന്, പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞ് ഭാരതത്തോടൊപ്പമാണെന്ന് പ്രഖ്യാപിക്കണമെന്നാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് ഡോക്ടർ സയ്യിദ് പറയുന്നത്. സലിം മടവൂർ, ക്ഷമിക്കണം, താങ്കളിലേക്ക് വരാൻ ധാരാളം അതിഥികൾ ഉണ്ടായിരുന്നു, അങ്ങയിലേക്ക് എത്താം. ഒരൊറ്റ ചോദ്യം, ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ ന്യായീകരണവുമായി രംഗത്തെത്താൻ വിവിധ പ്രതിപക്ഷ കക്ഷികൾക്ക്, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല സലിം മടവൂർജി, എങ്ങനെ കഴിയുന്നു? ആർട്ടിക്കിൾ 370 കൊണ്ടുവന്നതിൻ്റെ പ്രതികരണമാണ്, പ്രത്യാഘാതമാണ്. കശ്മീരിൽ അങ്ങ് ധാരാളം യാത്ര ചെയ്യുന്ന ഒരാളല്ലേ സലിം മടവൂർജി? ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ ശേഷം അങ്ങ് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോയപ്പോൾ ഹോട്ടലുകൾ സീസണിന് മുമ്പ് പോകുന്നു, സീസൺ തുടങ്ങുന്ന അന്ന് മുതൽ ഹോട്ടലുകൾ ഫുള്ളാണ്, ഹൗസ് ബോട്ടുകൾ ഫുള്ളാണ്, കിട്ടാനില്ല മുറികൾ, ജനങ്ങൾ സന്തുഷ്ടരാണ്. അപ്പോൾ പിന്നെ ഈ ആർട്ടിക്കിൾ 370 എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് ഒരു രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി, അതല്ലെങ്കിൽ പ്രീണനത്തിന് വേണ്ടി, ഇത് ശരിയാണോ? ഇവിടെ ഇരുന്നു കൊണ്ട് സലിം മടവൂർജി. നമസ്കാരം പ്രദീപ് ജി. ഇവിടെ എനിക്ക് ശ്രീ മേജർ രവിയുടെ സംസാരം ഞാൻ കേട്ടു. എനിക്ക് ഒരു സംശയം മാത്രം ചോദിക്കാം. ഈ 370 വകുപ്പ് കാശ്മീരിലെ ഏതെങ്കിലും തരത്തിൽ പോലീസ് ആക്ഷനെ തടയുന്ന എന്തെങ്കിലും വകുപ്പ് 370 വകുപ്പിൽ ഉണ്ടായിരുന്നു? ഈ 370 വകുപ്പ് എടുത്തു കളയുന്നതിന് മുമ്പ് കാശ്മീരിൽ സമാധാനം കൊണ്ടുവരാനും അവിടെ പോലീസിനും പട്ടാളത്തിനും പ്രവർത്തിക്കാൻ എന്തെങ്കിലും തടസ്സം 370 വകുപ്പ് കൊണ്ടുണ്ടായിരുന്നു? 370 വകുപ്പ് എന്ന് പറയുന്നത്, ഒന്ന് അവിടുത്തെ നിയമസഭയ്ക്ക് 6 വർഷ കാലാവധി, മറ്റൊന്ന് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ കാശ്മീർ നിയമസഭയിൽ പാസ്സാക്കണം. ഏതെങ്കിലും നിയമം കാശ്മീർ നിയമസഭ പാസ്സാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട്, സത്യത്തിൽ ഈ 370 വകുപ്പിന്റെ അസ്ഥികൂടം മാത്രമേ ബാക്കിയുള്ളൂ, ആയിക്കോട്ടെ, ഏതെങ്കിലും സുപ്രധാനമായ വകുപ്പ് ഈ 370 കാരണം കാശ്മീരിൽ നടപ്പിലാക്കാൻ സാധിക്കാതെ പോയിരുന്നു, അത് പറയണം. അപ്പൊ ഈ 370 വകുപ്പ് എടുത്തു കളഞ്ഞതോട് കൂടിയിട്ട് കാശ്മീരിൽ ഇതാ സ്വാതന്ത്ര്യം വന്നു, അല്ലെങ്കിൽ അവിടെ ഇതാ ജനാധിപത്യം വന്നു, എല്ലാം സമാധാനമായി എന്ന് പറയുന്നത് കള്ള പ്രചരണമാണ്, വ്യാജ പ്രചരണമാണ്. അവിടെ സമാധാനം വന്നത്, അവിടെ ആളുകൾ മാറിയത്. ഞാൻ ആദ്യമായി കാശ്മീർ പോയത് 2004-ലാണ്. അന്ന് 370 വകുപ്പ് ഉണ്ടല്ലോ, അന്നും സമാധാനമാണ്. ഞാൻ എല്ലാ സ്ഥലത്തും സ്വതന്ത്രമായി സഞ്ചരിച്ചിട്ടുണ്ട്. അന്നും ആളുകൾ, ഞാൻ അന്ന് ഈ പണ്ഡിറ്റുകളുടെ വീടൊക്കെ പോയി കണ്ടു, ഷോപ്പ് ചെയ്യാൻ വളരെ നല്ല രൂപത്തിൽ ആളുകൾ സംരക്ഷിച്ചിരിക്കുന്നു. അന്ന് ഈ ഭീകരപ്രവർത്തനമുള്ള സമയമാണ്. അവിടെ കാശ്മീരികൾ അന്ന് എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരെ പണ്ഡിറ്റുകളെ തിരിച്ചയച്ചത് ശരിയായില്ല, ഞാൻ അതിന് വളരെ പ്രയാസം, ഈ വീട്ടുകളിലൊക്കെ അവർ വന്നതല്ലേ, ഈ കാശ്മീരിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പണ്ഡിറ്റുകൾ കൂടെ ഇടകലർന്ന് ജീവിക്കുന്നതല്ലേ. അന്ന് ജനങ്ങൾ എന്നോട് പറഞ്ഞു, ഞങ്ങളല്ല ഓടിച്ചത്, അത് വിശ്വസിക്കണം, പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി വരുന്ന തീവ്രവാദികൾ, ഭീകരന്മാർ, അവരാണ് പണ്ഡിറ്റുകളെ ഓടിച്ചത്, ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു, ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്, ഞങ്ങളല്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ അഴിമതിക്കെതിരെ പരാതിയുണ്ട്, ഞങ്ങൾക്ക് 100 രൂപ ഗവൺമെന്റ് ചെലവഴിച്ചാൽ 5 or 6 രൂപയെ താഴെ വരുന്നുള്ളൂ, വികസനം വരുന്നില്ല, അതായിരുന്നു അവരുടെ പരാതി. അവിടെ വികസനം കൊണ്ടുവന്നത്, ഞാൻ മറയില്ലാതെ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു, കാശ്മീരിലേക്ക് ഒരു വികസനത്തിന്റെ സന്ദേശം കൊണ്ടുവന്നത് ആദ്യമായിട്ട് സുപ്രധാനമായ പങ്ക് അടൽ ബിഹാരി വാജ്പേയിക്ക്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ റെയിൽവേയുടെ സത്യത്തിൽ അതിന്റെ പദ്ധതി തുടക്കമിടുന്നത്. ഒരു സാധ്യത ആ റെയിൽവേ കൊണ്ടുവരാനുള്ള, ആ കാശ്മീരിനെ ഇന്ത്യയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആ റെയിൽവേ ലൈൻ കാശ്മീരികൾക്ക് ഒരു സന്ദേശം കൊടുത്തു. കാശ്മീരിലെ ജനങ്ങൾക്ക് അവരുടെ ബന്ധുക്കളെ കാണാൻ മുസാഫറാബാദിലേക്ക് ബസ് സർവീസ് കൊണ്ടുവന്നതും അദ്ദേഹമാണ്. അങ്ങനെ അവരുടെ മനസ്സിനെ പിടിച്ചുകൊണ്ട് അങ്ങനെ അവിടെ ജനാധിപത്യം കൊണ്ടുവന്നു. മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ ഗവൺമെന്റ് വന്നു, നന്നായി പ്രവർത്തിച്ചു. പിന്നീട് ഗുലാം നബി ആസാദിന്റെ ജനാധിപത്യ ഗവൺമെന്റ് വന്നു, അതും നന്നായി പ്രവർത്തിച്ചു. പിന്നീട് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് വന്നു. ഈ കാലയളവിനിടയിൽ 3023 കിലോമീറ്റർ ആണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലൂടെ പോകുന്ന അതിർത്തി. അതിൽ ഏകദേശം 2200 കിലോമീറ്റർ നീളത്തിൽ, അത് മോദിയുടെ കാലത്തൊക്കെ അടക്കം, ശ്രീ നരേന്ദ്രമോദിയുടെ കാലത്തടക്കം നേരത്തെ തുടങ്ങിയതാണ്. ആ കമ്പി വേലി, അവിടുത്തെ ഫെൻസിങ്, അവിടെ മതിൽ കെട്ടല്,
അത് സമ്പൂർണ്ണമായി നടപ്പിലാക്കിക്കൊണ്ട് ഇനി കുറഞ്ഞ ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു 100-600 കിലോമീറ്റർ അത് പ്രത്യേക ഭൂമിശാസ്ത്രപരമായി സാധിക്കാത്തത് കൊണ്ടുള്ള പ്രയാസമാണ്. അങ്ങനെ ധാരാളം ഘട്ടത്തിൽ ഒന്ന് വികസനം വന്നു, 2 അതിർത്തി കൊട്ടിയടച്ചു, നുഴഞ്ഞുകയറ്റം സമ്പൂർണ്ണമായി തടഞ്ഞു. അതേപോലെ തന്നെ മൗലാന മസൂദ് അസറിനെ ജാമ്യം അതായത് നമ്മുടെ വിമാനം തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ വിട്ടയച്ചതോടുകൂടി നമ്മുടെ പട്ടാളം കുറച്ചുകൂടി ഏറ്റുമുട്ടൽ, അതായത് ഏറ്റുമുട്ടൽ കൊലപാതകം എന്തൊക്കെ പറഞ്ഞാലും ഭീകരന്മാർ അവർ ഇതേപോലെ വീണ്ടും ആളുകളെ പിടികൂടി ജാമ്യത്തിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഏർപ്പാട് ചെയ്യുമെന്നുള്ളത് കൊണ്ട് യഥാർത്ഥ ഭീകരന്മാരെ പലപ്പോഴും അത് ഏറ്റുമുട്ടലിലൂടെ കൊണ്ടിട്ട് ഒരു രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ഒരുപക്ഷെ പലപ്പോഴും വേണ്ടിവരും. ജനാധിപത്യപരമായി എതിർക്കുമ്പോഴൊക്കെ തന്നെ ചില ഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് മൗലാന മസൂദ് അസറിനൊക്കെ വിടേണ്ടി വന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഒരുപക്ഷെ പട്ടാളക്കാരുടെ ഭാഗത്തുനിന്ന് അത് കുറച്ചുകൂടി ശക്തമായ നടപടികൾ വന്നു. അപ്പൊ ഇതൊക്കെ വന്നതോടുകൂടി കർശനമായ നടപടി എടുത്തപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നത് വളരെ കർശനമായി തടയാനും കാശ്മീർ താഴ്വരയിൽ സമാധാനം കൊണ്ടുവരാനും സാധിച്ചു. ശ്രീ മേജർ രവി വീണ്ടും വളരെ വ്യക്തമായിട്ട് പറയണം, 370-ാം വകുപ്പ് എന്താണ് തടഞ്ഞിരുന്നത്? കാശ്മീരിൽ അത് നേരത്തെ ഉണ്ടായിരുന്നു, അതിൽ അവിടുത്തെ ഗവർണറെ തെരഞ്ഞെടുക്കേണ്ടിയിരുന്നു, നിയമസഭ, അങ്ങനെ ധാരാളം വകുപ്പുകൾ വളരെ വ്യക്തമാണ്. അനൂപ് ജി കേട്ട് കാണും എന്ന് കരുതുന്നു. വ്യക്തമായ ഉത്തരം. 370 മുമ്പ് ഇത് പാളയം മാർക്കറ്റ് പോലെയാണല്ലോ, ഇങ്ങനെ തീവ്രവാദികൾ ഇങ്ങനെ വരുന്നു, നിങ്ങളെ അവിടെ ഇരിക്കും, ഞങ്ങൾ പണ്ഡിറ്റ്ജികളെ ഓടിക്കട്ടെ, ഇനി നിങ്ങൾ തുറന്നോളൂ എന്ന് പറയുന്നു. അത് മറ്റേ ഫ്രീ ആയിട്ട് കളി കാണിക്കുന്ന ഒരു മൈതാനമാണ്. ഇങ്ങനെ നുഴഞ്ഞു കയറി കുറച്ച് തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നു, അവരവരുടെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് അന്നത്തെ കളി പൂർത്തിയാക്കിയിട്ട് തിരിച്ചു പോകുന്നു എന്നൊക്കെയാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. രാഷ്ട്രീയമായ മറുപടി അനൂപ് ആന്റണി പറയും. തീർച്ചയായിട്ടും ഇവിടെ വളരെ വ്യക്തമായിട്ട് ശ്രീ സലീം മടവൂരും അതിനു മുമ്പ് മേജർ രവിയും ഒക്കെ പറഞ്ഞ കാര്യം, അതായത് കശ്മീരിൽ ഞാനും ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്യുന്നതിന് മുമ്പും പോയിട്ടുണ്ട്, അതിന് ശേഷവും പോയിട്ടുണ്ട്. ഈവൻ ഈ പെഹൽഗാമിലും പോയിട്ടുണ്ട്. അവിടെ ഞാൻ ഈ പറഞ്ഞ ബൈസറൻ താഴ്വരയിലും താമസിച്ചു. അവിടെ ഞാൻ വിനോദസഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോയിട്ടുണ്ട്. കശ്മീരിൽ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ഇത്രയും വർഷത്തിൽ ഉണ്ടായ മാറ്റം വളരെ വ്യക്തമായിട്ട് ജനങ്ങളും അവിടുത്തെ ജനങ്ങളും പുറത്തുള്ള ജനങ്ങളും എല്ലാം കാണുന്നുണ്ട്. കണക്കുകളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 2024 അവിടെ റെക്കോർഡ് ഫുട്ഫോൾ ആണ് ടൂറിസ്റ്റുകളുടെ. 35 ലക്ഷം ടൂറിസ്റ്റുകളാണ് 2024 മാത്രം വന്നത്. ആ രീതിയിൽ വളരെയധികം സമാധാനത്തോടും ശാന്തിയോടും കൂടി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞിട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു അസ്ഥികൂടം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും ഇന്ത്യൻ സർക്കാരിന് കശ്മീരിലേക്കുള്ള വികസനം അത് ആ കശ്മീരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തീരുമാനം വഴി സാധിച്ചു. എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരു സ്ഥലം കൂടിയാണ് കശ്മീർ. ഈവൻ ശ്രീനഗറിലെ മുമ്പുണ്ടായിരുന്ന മേയർ ഉൾപ്പെടെ പല പേൽഗാമിലുള്ള മറ്റു പാർട്ടികളിലുള്ള നേതാക്കന്മാർ പോലും ഈവൻ PDPയിലും NCയിലും പോലും എനിക്ക് അവിടുത്തെ യുവ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ലോക്കൽ കശ്മീരികളും ഒത്തിരി പേരുണ്ട്. അവർ പോലും ഞങ്ങൾ കാണുമ്പോൾ, ഞങ്ങൾ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയും വളരെ തുറന്നും പറയും. അവർ ഡൽഹി വരുമ്പോഴും ഞാൻ ശ്രീനഗറിൽ പോകുമ്പോഴും ഒക്കെ അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. അവരുടെയൊക്കെ സ്ഥലങ്ങളുടെ വില കൂടി, അവരുടെ ബിസിനസ്സിലുള്ള അഭിവൃദ്ധി ഉണ്ടായി. അവിടുത്തെ ജനങ്ങൾക്ക് പണ്ട് 100 രൂപ സമ്പാദിച്ച ആളുകൾ ഇന്ന് 300-350 രൂപ സമ്പാദിക്കുന്നു. ഈ രീതിയിലുള്ള വളരെ വ്യത്യാസം, വളരെ പാൽപ്പബിൾ ആയിട്ടുള്ള വ്യത്യാസം കൃത്യമായിട്ട് കശ്മീരിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനുള്ളവർ അവിടെ നിലനിൽക്കുന്ന ശാന്തിയെ ഭംഗം ചെയ്യാൻ, അവിടെയുള്ള ഒരു പീസിനെ ഇൻസ്റ്റബിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്, ഡീസ്റ്റബിലൈസ് ചെയ്യാനൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേരളത്തിലിരിക്കുന്ന ഉദാഹരണത്തിന് ഇപ്പോൾ ശ്രീ VD സതീശൻ, അദ്ദേഹം കശ്മീരിൽ എത്ര നാൾ പോയി താമസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ശ്രീ MA ബേബി അടക്കമുള്ളവർ കശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത്? ഏതെങ്കിലും കശ്മീരിലെ രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് നമ്മൾ കണ്ടോ? ഒമർ അബ്ദുള്ളയോ അല്ലെങ്കിൽ മെഹബൂബ മുഫ്തിയുടെ പാർട്ടിയുടെ നേതാക്കളോ ഇവരാരും പോലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ ശ്രീമാൻ MA ബേബിയും ശ്രീമാൻ VD സതീശനെയും പോലുള്ളവർ ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് മുമ്പോട്ട് വരുന്നത്? എത്രയും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. എനിക്ക് തീർച്ചയായിട്ടും ദേഷ്യമുണ്ടെങ്കിൽ പോലും എന്തൊരു ദുഃഖകരമായ അവസ്ഥയാണെന്ന് കൂടി കൂട്ടിച്ചേർക്കേണ്ടി വരും. കാരണം കേരളത്തിൽ കേവലം ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട്, പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഭാരതം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് പാകിസ്ഥാനെതിരെ ശബ്ദിക്കേണ്ട ഈ അവസരത്തിൽ അവർ പാകിസ്ഥാനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ ഇരിക്കുന്നവർ സന്തോഷിക്കുകയാണ്. കാരണം അവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്കോസിസ്റ്റം ഭാരതത്തിൽ തന്നെ ഉണ്ട്, അതിൻ്റെ ഒരു ഘടകം കേരളത്തിലുമുണ്ട്. അവർ സന്തോഷിക്കുകയാണ് അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉള്ളതുകൊണ്ട്.
ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഞാൻ കണ്ട മറ്റൊരു വലിയ മാറ്റം, ഈ എക്കോസിസ്റ്റത്തിൽ ഉള്ളിൽ തന്നെ ഒരു വലിയ അസ്വസ്ഥത ഈ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്, ഞാനൊരു 2010-12 ആ ഒരു കാലഘട്ടത്തിൽ ഡൽഹിയിലുള്ളപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലുമൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് സെമിനാറുകളും കോൺഫറൻസുകളും നടക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ എന്താ പറയുക, അന്നുണ്ടായിരുന്ന മിർവായിസ് ഫാറൂഖ് ഉമറൊക്കെ ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന്, അല്ലെങ്കിൽ യാസീൻ മലിക് ഉൾപ്പെടെയുള്ളവർ അവിടെ വന്നിരുന്നുകൊണ്ട് കോൺഫറൻസും സെമിനാറും നടത്തുമായിരുന്നു. കശ്മീരിനെ പാകിസ്ഥാന് കൊടുക്കണം, അല്ലെങ്കിൽ കശ്മീരിനെ സ്വതന്ത്രമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി റോയുടെയൊക്കെ വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്ന കോൺഫറൻസ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. യാസീൻ മാലിക്കിനെ വീട്ടിൽ വിളിച്ചു വരുത്തി പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമാൻ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന് വിരുന്ന് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കാഴ്ച ഈ കഴിഞ്ഞ 10 വർഷത്തിൽ യാസീൻ മാലിക്കിനെ പ്രധാനമന്ത്രിയുടെ വീട്ടിലല്ല വിളിച്ചു വരുത്തേണ്ടത്, എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. അരുന്ധതി റോയ് പോയുള്ളവർക്ക് തീർച്ചയായിട്ടും വേദി ഇന്ന് ഭാരതത്തിൽ ഒരിടത്തും കിട്ടാനില്ല. അത് അങ്ങനെ ഒരു വലിയൊരു മാറ്റം കഴിഞ്ഞ 10 വർഷത്തിൽ വന്നു. അതുകൊണ്ട് ഈ എക്കോസിസ്റ്റം മൊത്തം അസ്വസ്ഥരാണ്. അതുകൊണ്ട് ഇപ്പോൾ ആ പണിയും കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ് ഭാരതത്തിലെ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷ നേതാക്കന്മാരും. അവരതുകൊണ്ട് പാകിസ്ഥാനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഓരോരോ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും അത് ഭാരതത്തെയാണ് വീക്കൻ ചെയ്യുന്നതെന്ന് അവർക്ക് തിരിച്ചറിവ് ഉണ്ടെങ്കിൽ പോലും അവരൊരു ദേശവിരുദ്ധപരമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്യുന്നതെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നമുക്കെല്ലാം ഓർമ്മയുണ്ട്, ബോംബെയിൽ 26/11 നടന്ന സമയത്ത് അന്ന് ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെ ഉള്ളവർ ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചു. അതായത് 26/11 എ കോൺസ്പിറസി ഓഫ് RSS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം തന്നെ അന്ന് പ്രസിദ്ധീകരിച്ച് നമുക്കെല്ലാം ഓർമ്മയുണ്ട്. അന്ന് ആ ഒരു അങ്ങനെയുള്ള ഒരു നിലപാടെടുത്തത് കൊണ്ടും അന്ന് ഭാരതം പാകിസ്ഥാന് ഈ ഒരു വിഷയത്തിൽ സമർപ്പിച്ച ഒരു ഡോസിയർ അവരെടുത്ത സ്റ്റാൻഡുകൾ എന്തുമാത്രം ബലഹീനമായ സ്റ്റാൻഡുകളായിരുന്നു നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ഇങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് 26/11 നടന്ന സമയത്ത് നമുക്ക് വളരെയധികം പിന്നോട്ട് പോകേണ്ടി വന്നത്. അതേ നിലപാട്, അതായത് ഇവിടെയുള്ള കുറച്ച് വോട്ട്, ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ വോട്ട്, അതിലെല്ലാവരും ഈ പ്രീണന രാഷ്ട്രീയത്തിൽ വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു ചെറിയൊരു വിഭാഗം അതിൽ വീഴുന്നവരുണ്ടാവാം കേരളത്തിലും ഭാരതത്തിലുമൊക്കെ. ആ ഒരു വിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇവർ അന്ന് 26/11 എന്ത് നിലപാടാണോ എടുത്തത് അതേപോലൊരു നിലപാട് അന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് മാധ്യമ പ്രവർത്തകർ പോലും, ബർക്കാദത്ത് ഉൾപ്പെടെയുള്ള പല മാധ്യമ പ്രവർത്തകരെ അന്ന് പൊതുസമൂഹം അവർക്ക് നേരെ വിരൽ ചൂണ്ടിയത് നമുക്ക് ഓർമ്മയുണ്ട്. കാരണം ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനിലെ അവരുടെ ഈ തീവ്രവാദികളുടെ ഓപ്പറേറ്റർമാർക്ക് കൃത്യമായി ഇൻഫർമേഷൻ പോലും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഭാരതത്തിന്റെ സംവിധാനം, ഭാരതത്തിന്റെ ഭരണഘടന അത് എല്ലാ സാധ്യതയും കൊടുത്തുകൊണ്ട്, ഭാരതത്തിന്റെ ഭരണഘടനയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് വളരെയധികം ജനാധിപത്യമായ രീതിയിൽ പാസ്സാക്കിയ ഒരു ആക്ട്, ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത ഒരു ആക്ട്, അതിനെ വീക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ പേരെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഭാരതത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഭിന്നതയുണ്ട് എന്നൊരു കഥയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നൊരു സ്റ്റാൻഡ് എടുക്കാൻ ഇവർക്ക് മനസ്സ് തോന്നുന്നു? ഇവർക്ക് എനിക്ക് ചോദിക്കാനുള്ള ഒരു അല്പം ഉളുപ്പും ഒരു നാണവുമില്ലേ? സ്വന്തം രാഷ്ട്രത്തിന് ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ, നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെന്ന് വെച്ചോ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ആക്രമണം അയലത്തുകാരനോ മറ്റാരോ കയറി ആക്രമിക്കുമ്പോൾ അവന് എന്നോട് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുട്ടികൾക്കും 2 അടി കിട്ടിയതുകൊണ്ട് ഞാൻ എനിക്ക് അതിൽ വിഷമമില്ല എന്ന് പറയുന്ന അതേ രീതിയിലല്ല ഇവരിപ്പോൾ സംസാരിക്കുന്നത്. അതായത് ഭാരതത്തിൽ കുറെ കാര്യങ്ങളുണ്ട്, ഗുജറാത്ത് ഉണ്ട്, ആർട്ടിക്കിൾ 370 ഉണ്ട്, അല്ലെങ്കിൽ ഭിന്നതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്രയധികം അവസരം എന്തിനാണ് ഇവർ തന്നെ സൃഷ്ടിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ട് തന്നെ ഞാൻ പറയും, പാകിസ്ഥാൻ എത്രത്തോളം വലിയ ശത്രുവാണോ അത്രത്തോളം വലിയ ശത്രു തന്നെയാണ് ഈ കോൺഗ്രസിന്റെയും ഇടതുപക്ഷവും ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന ഈ എക്കോസിസ്റ്റം. ഈ എക്കോസിസ്റ്റത്തെ ഒപ്പം തന്നെ നമ്മൾ നേരിടേണ്ടി വരും. കാരണം ഈ എക്കോസിസ്റ്റം ഇവിടെ ഉള്ളതാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ കണ്ടു, ഇവരൊക്കെ ഇവിടെ ഇല്ലേ, എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത് എന്ന് ഓപ്പൺ ആയിട്ട് അവർ ചാനൽ ചർച്ചയിൽ ഇവരുടെയൊക്കെ പേരെടുത്തുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെയും ഇവരോട് എനിക്ക് പറയാനുള്ളൂ, ഈ ചർച്ച കാണുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാരനോ ഇടതുപക്ഷക്കാരനോ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്ന ഈ പ്രസ്താവനകൾ, നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്ന ഈ പ്രസ്താവനകൾ കൊണ്ട് ഭാരതത്തിന് എന്തെങ്കിലും ഗുണമാണോ ദോഷമാണോ എന്ന് ഈ അവസരത്തിലെങ്കിലും. പണ്ട് ഒരു സിനിമയിലെ നമ്മുടെ രംഗം നമുക്ക് ഓർമ്മയുണ്ട്. ആ രംഗത്തിനകത്ത് മാമുക്കോയ
ശ്രീ ഇന്നസെന്റിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആ വാക്കുകൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള ഒരു പ്രയോഗമല്ലേ, ഒരു പ്രസ്താവനകളല്ലേ ഈ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്നത്? എനിക്ക് അവരോട് സത്യം പറഞ്ഞാൽ മുഖത്ത് നോക്കി ചോദിക്കാൻ അത്രയും ദേഷ്യവും രോഷവും വിഷവും എല്ലാം ഉണ്ട്. കാരണം ഇതുപോലൊരു സാഹചര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ സൈനിക ശക്തിക്ക് മൊറാൽ ബൂസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ മൊറാലിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് രാജ്യത്തിൽ മൊത്തം ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന രീതിയിൽ രാഷ്ട്രത്തിന്റെ ആത്മബോധം അല്ലെങ്കിൽ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്ന ഇവർക്ക് ചുട്ട മറുപടി തന്നെ കൊടുക്കണ്ടേ? കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും അണികൾ, പ്രവർത്തകർ, അവരുടെ നേതാക്കളോട് ചോദിക്കേണ്ട ദിവസങ്ങളാണ്. ഭാരതത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഭാരതത്തിനോടൊപ്പം നിൽക്കണോ, പാകിസ്ഥാനെതിരെ നിൽക്കണോ, നമ്മുടെ സേനയോടൊപ്പം നിൽക്കണോ, നമ്മുടെ സർക്കാരിനോടൊപ്പം നിൽക്കണോ, അതോ ഇതുപോലുള്ള രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ട് നമ്മുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കണോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ട ഈ ഒരു സാഹചര്യം. പിന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ ഇവർ എന്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊള്ളട്ടെ, ഇവർ എത്രത്തോളം മൊറയിൽ നമ്മുടെ തകർക്കാൻ ശ്രമിച്ചുകൊള്ളട്ടെ, നമ്മുടെ പുതിയ ഭാരതം ഇതിലൊന്നും താഴെ പോകാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ടെറർ സ്റ്റേറ്റിന്റെ അസ്ഥിവാരം തോണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. പലരും പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ചിലർ പറയുന്നു LOC കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഇപ്പോഴുള്ള LOC ആയിരിക്കത്തില്ല ഇനി വരാൻ പോകുന്ന LOC എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തോയ്ബ പോലുള്ള സംഘടനകൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവാൻ പോകുന്ന കാലഘട്ടം വരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 2006-2007 കാലഘട്ടത്തിലൊക്കെ ഞാൻ ഛത്തീസ്ഗഡിൽ പോകുന്ന സമയത്ത് അന്ന് നക്സലിസം കൊടിവാണിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് അവിടെയൊക്കെ പോകാൻ ഭയങ്കര പേടിയായിരുന്നു. അതുപോലെ നക്സലിസം കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ഒരു 2-3 ഗ്രാമങ്ങളിൽ മാത്രമായി, ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങളിൽ മാത്രമായി ഒതുങ്ങി ഈ നക്സലിസം എന്ന് പറയുന്ന ഈ CPI മാവോയിസ്റ്റ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന. അത് കഴിഞ്ഞ 10 വർഷത്തിലെ നമ്മുടെ നേട്ടമാണ്. അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പണ്ട് ഉൾഫ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നാഗ ലിബറേഷൻ ഫോഴ്സസ് ഉണ്ടായിരുന്നു, പല അരുണാചൽ പ്രദേശിലെ ഫോഴ്സസ് ഉണ്ടായിരുന്നു, മിസോറാമിലുണ്ടായിരുന്നു, മണിപ്പൂരിലുണ്ടായിരുന്നു. ഇന്ന് അവിടെ എങ്ങും എല്ലാവരും ഇന്ത്യൻ സർക്കാരുമായിട്ട് സന്ധി ഒപ്പിട്ടു, എല്ലാവരും പീസ് ട്രീറ്റി സൈൻ ചെയ്തു. ഇന്ന് ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് പറയുന്നു, എങ്ങനെയാണോ CPI മാവോയിസ്റ്റ് ഈ ഭൂമിയിൽ നിന്ന് ഇപ്പോൾ ഇല്ലാതാവാൻ പോകുന്നത് എന്ന് പറയുന്നത് പോലെ ഈ അവസരത്തിൽ ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെയുള്ള ജെയ്ഷെ മുഹമ്മദ് പോലുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, ഔട്ട്ഫിറ്റുകൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള അവസരം അവർ തന്നെ തന്നിരിക്കുകയാണ്. അതിന് കഴിവും കെൽപ്പും ഭാരതത്തിനുണ്ട്, അതിനുള്ള സൈനിക ശക്തി ഭാരതത്തിനുണ്ട്, അതിനുള്ള സാമ്പത്തിക ശക്തി ഭാരതത്തിനുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകം ഭാരതത്തിനോടൊപ്പമുണ്ട്. ആരും മറക്കണ്ട ആ കാര്യം. വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി മനസ്സിലാവും നമ്മൾ, ലോകം ഇപ്പോൾ പാകിസ്ഥാനോടൊപ്പം അല്ല, ലോകം ഭാരതത്തിനോടൊപ്പമാണ്. കാരണം ലോകം തിരിച്ചറിഞ്ഞു ഭാരതമാണ് ശരി, ഭാരതം ചെയ്യുന്നതാണ് ശരി. കാരണം ഭാരതം അങ്ങോട്ട് കയറി ആരെയും ആക്രമിക്കാറില്ല, ആക്രമിച്ചിട്ടുമില്ല. പക്ഷെ ഭാരതം വളരെ കൃത്യമായി വലിയൊരു ലക്ഷ്യവുമായി ഒരു ഡെവലപ്ഡ് രാഷ്ട്രമായി മുമ്പോട്ട് പോകാൻ വളരെ പോസിറ്റീവായിട്ടുള്ള അജണ്ടയുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള അജണ്ടയുമായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ലക്ഷ്യം വേറെയാണ്, നമ്മുടെ ലക്ഷ്യം വേറെയാണ്. അവർക്ക് തീവ്രവാദി ഒരു രാഷ്ട്രമായി മാറണമെങ്കിൽ, ഒരു ടെറർ സ്റ്റേറ്റ് ആയിട്ട് മാറണമെങ്കിൽ നമുക്ക് ലോകത്തിന്റെ സാമ്പത്തിക നെറുകയിലെത്തണം, നമുക്ക് 3ാമത്തെ ലോക ശക്തിയാവണം. നമ്മൾ ആ ഒരു കുതിപ്പിലാണ്, അവർ മറ്റേ തിരിച്ചുള്ള കുതിപ്പിലാണ്. അതുകൊണ്ട് തന്നെയും ലോകം നമ്മോടൊപ്പം നിൽക്കും. തീർച്ചയായിട്ടും നമ്മൾ നട്ടലൊടിക്കുക മാത്രമല്ല, പാകിസ്ഥാനിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള തീവ്രവാദ ശൃംഖലകളുടെ അവരെ പൂർണ്ണമായിട്ടും ലോകത്തിന്റെ മാപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയും ഈ ന്യായീകരിക്കുന്നവർ പറയുന്നത് ന്യായീകരിക്കട്ടെ, പക്ഷെ അവർക്കുള്ള മറുപടി ഞാൻ തീർച്ചയായിട്ടും പറയും. ഈ കേരളത്തിലെ ജനങ്ങളും ഭാരതത്തിലെ ജനങ്ങളും ഇതെല്ലാം കാണുന്നുണ്ട്. അവർ കൃത്യമായിട്ടുള്ള അതിനുള്ള മറുപടി വരുന്ന ദിവസങ്ങൾ ഇവർക്ക് നൽകുന്നത് തന്നെയായിരിക്കും. അനൂപ്ജി മടങ്ങി വരാം. സലിം മടവൂർജി, അങ്ങേക്ക് മറുപടി പറയാം. ഇപ്പോൾ നമ്മൾ എഡിറ്റേഴ്സ് ചോയ്സിൽ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനു മുമ്പ് സംയുക്ത സേനാ മേധാവി പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ശ്രീ സലിം മടവൂർ, അങ്ങേക്ക് മറുപടി പറയാം. ഇതിനിടയിൽ ഡോക്ടർ ശശി തരൂർ ഒരല്പം സെൻസോടുകൂടി സംസാരിച്ചിട്ടുണ്ട്. സർക്കാരിനെ പൂർണ്ണമായി കുറ്റവിമുക്തനാക്കുന്നില്ല, സർക്കാരിനെ വിമർശിക്കാം, പക്ഷേ ഇസ്രായേലുമായി ഒന്ന് താരതമ്യം ചെയ്യാൻ ഡോക്ടർ ശശി തരൂർ ശ്രമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഒക്ടോബർ 7 അവിടെ കടന്നു ചെന്ന് ഇസ്രായേലിനും ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പോൾ ആ നടപടികൾക്കൊക്കെ ശേഷമാണ് അവിടുത്തെ പ്രതിപക്ഷം പോലും ആ യുദ്ധം, ആ തീവ്രവാദത്തിനെതിരായ ഭീകരതയ്ക്കെതിരായ യുദ്ധം അല്ലെങ്കിൽ അതിനെ തുടച്ച് നീക്കിയ ശേഷമാവാം നമ്മുടെ രാജ്യത്തിനുള്ളിലെ ജനാധിപത്യ സംവാദമെന്ന്. അത്ര ബോധം പോലും ഇല്ലാത്തവരാണ് ഇവിടെ എന്നാണ് അനൂപ് ആന്റണി ജി പറഞ്ഞു വെച്ചത്. സലിം മടവൂർ, അങ്ങേക്ക് മറുപടി പറയാം. ഞാൻ വളരെ ചുരുക്കി മുഴുവൻ ഒന്ന് പറയാം. സമയം വളരെ കുറച്ച് വളരെ കുറച്ച് സമയം എടുക്കുന്നു.
എന്റെ ചോദ്യം ഇപ്പോഴും ആകാശത്ത് നിൽക്കുക. 370 വകുപ്പിലെ ഏത് ക്ലോസ് ആയിരുന്നു അത് നിലനിന്ന സമയത്ത് അവിടുത്തെ ക്രമസമാധാനം നിയന്ത്രിക്കുന്നതിൽ പോലീസിനെയും പട്ടാളത്തെയും നിയന്ത്രിക്കുന്നത് തടസ്സപ്പെടുത്തിയത്? വിച്ച് മാഡം, ഐ എം ആസ്കിംഗ്, വിച്ച് ക്ലോസ് ഓഫ് ആർട്ടിക്കിൾ 370 stopped the Indian Army or the JNK police from interfering in law and order in Kashmir? That is my question. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് എടുത്തു കളഞ്ഞപ്പോ എന്ത് സ്വാതന്ത്ര്യം പുതുതായിട്ട് പട്ടാളത്തിന് കിട്ടിയത്? നേരത്തെ ഇങ്ങോട്ട് കല്ലെറിയുമ്പോൾ പട്ടാളത്തിന് തിരിച്ച് ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നേരത്തെ അക്രമം നടത്തുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തിയിരുന്നു. നേരത്തെ തോക്കെടുത്ത് ഇങ്ങോട്ട് വെടിവെക്കുമ്പോൾ അങ്ങോട്ട് വെടിവെക്കുന്നത് തടസ്സപ്പെടുത്തിയിരുന്ന 370 വകുപ്പ് ഇല്ലല്ലോ. അപ്പൊ 370 വകുപ്പ് ഈ സമാധാനമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. 370 വകുപ്പ് എടുത്തു കളഞ്ഞത് കൊണ്ട് കാശ്മീരിൽ അവർക്ക് നേരത്തെ ഇന്ത്യ ഗവൺമെന്റ് ഒരു മാന്യമായ ജെന്റിൽമാൻ എഗ്രിമെന്റ് പ്രകാരം കൊണ്ട് ആ പ്രൊമീസ് ജനങ്ങൾക്ക് കൊടുത്തത് പിൻവലിച്ചു. അവർ ഒന്നും കിട്ടാനില്ല. കാശ്മീരിലെ ജനങ്ങൾക്ക് 370 വകുപ്പ് ഉള്ളത് കൊണ്ടും ഇല്ലാത്തത് കൊണ്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്ത് ഗുണമുള്ളത്? ഒന്നുമില്ല. പിന്നെ ഒരു വകുപ്പ് അവിടെ ഉണ്ടാക്കലുള്ളൂ. പിന്നെ 35 പ്രകാരം അവർക്ക് സ്വത്തിന് ഒരു സംരക്ഷണം. ഇനി ഞാൻ ചോദിക്കുന്നത്, കാശ്മീരിലെ ജനങ്ങൾക്ക് ഇതേപോലെ ഭൂമിക്ക് വില കിട്ടുമെങ്കിൽ ഈ 371A, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നാഗാലാൻഡിൽ പോയിരുന്നു. അപ്പൊ അവിടെ ഭൂമി കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ കല്യാണം കഴിക്കും. അതേപോലെ അരുണാചൽ പ്രദേശിൽ ഭൂമി വാങ്ങണമെങ്കിൽ നമ്മൾ അവിടെ പോയി കല്യാണം കഴിച്ചിട്ട് നമുക്ക് വാങ്ങാൻ പറ്റില്ല. അവിടെ ഒരു കല്യാണം കഴിച്ച് ഭാര്യയുടെ പേരിൽ അവിടെ ഭൂമി ഇട്ടു. ആളുകൾ പലരും അങ്ങനെ ചെയ്യുന്ന മലയാളം. അതേപോലെ തന്നെ മിസോറാമിൽ വാങ്ങാൻ പറ്റില്ല. അപ്പോ അവിടുത്തെ ജനങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം കൊടുത്തൂടെ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഫ്രീഡം കൊടുത്തൂടെ? ഭൂമി വാങ്ങാനുള്ള ഈ 371A തൊട്ടിട്ട് G വരെയുള്ള വകുപ്പ്, A, B, F, G ഒക്കെ ഉണ്ടല്ലോ. മണിപ്പൂരില് നിങ്ങൾ നേരത്തെ പറഞ്ഞു അവിടെ ക്രമസമാധാനം വളരെ പ്രതിസന്ധിയിലാണ്. നമ്മള് കൊഹിമയിൽ നിന്ന് സഞ്ചരിച്ചാൽ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഈ മെയ്റ്റി വിഭാഗക്കാര് ഇതിനകത്ത് ഹെലികോപ്റ്ററിൽ കയറിയിട്ടാണ് ഒരേ ചെറിയ സംസ്ഥാനത്ത് അപ്പുറത്തേക്ക് പോകുന്നത്. നേരെ പോയിക്കൂടാ. മെയ്റ്റി കുക്കി വിഭാഗത്തിലെ ഡ്രൈവർമാർക്ക് റോഡിൽ വാഹനം ഓടിക്കാൻ പറ്റില്ല. ആരാ ഓടിക്കുന്നത്? അരുണാചലിൽ അതേപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ ഡ്രൈവർമാർ മാത്രമേ അതിലെ ടാക്സി ഓടിച്ച് ദൂരം പോകുന്നുള്ളൂ. അവരുടെ ലൊക്കാലിറ്റി ഒരു കൊച്ചു സംസ്ഥാനത്ത് 3 രാജ്യങ്ങളെ പോലെയാണ്. അവിടെ നാഗന്മാരുടെ ഒരു ഭാഗത്ത് ഒരു സംസ്ഥാനം പോലെ, ഒരു രാജ്യം പോലെ, അതിൽ കുക്കികൾക്ക് മറ്റൊരു രാജ്യം പോലെ, മെയ്റ്റികൾക്ക് മറ്റൊരു രാജ്യം. ഇത് BJPയുടെ തലതിരിഞ്ഞ സാമ്പത്തിക സംവരണം അവരെ കൊണ്ടുവരാൻ ശ്രമിച്ചു. മെയ്റ്റികൾ എന്ന് പറയുന്ന സമ്പന്ന വിഭാഗത്തിന് ഈ കുക്കികളായ മലഞ്ചെരിവ് താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർക്ക് കൊടുക്കുന്ന സംവരണം ഇവർക്കും കൊടുത്തുകൊണ്ട് സംവരണത്തെ അട്ടിമറിക്കാൻ ഇവിടെ ദേശീയ തലത്തിൽ ഈ രാജ്യത്ത് കൊണ്ടുവന്ന സാമ്പത്തിക ശ്രീ സലിം മടവൂർജി, ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല എന്ന് അങ്ങ് പറഞ്ഞതുപോലെ ഒരൊറ്റ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിനുള്ള പ്രതികരണമാണ്, അതിന്റെ പ്രത്യാഘാതമാണ് ഇവിടെ സംഭവിച്ചതെന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പറയുകയാണ്. ആർട്ടിക്കിൾ 370 ശരി, സമ്മതിച്ചു. കശ്മീരിലെ അങ്ങ് പറയുന്ന പോലുള്ള കശ്മീരിലെ ജനതയ്ക്ക് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. കശ്മീരിലെ ജനത കശ്മീരിലുള്ള സംവിധാനത്തിന് വ്യത്യാസവും ഉണ്ടായില്ല. ഒരു നിമിഷം ഈ ചോദ്യം ഒന്ന് കേൾക്കൂ സലിം മടവൂർജി. ഞാൻ ക്ഷമയോടെ കേട്ടിരുന്നില്ലേ? ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത് കൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവരും ഇറങ്ങുമോ? ഇതുപോലെ ഇഷ്ടമല്ലാത്ത നിയമം നടപ്പിലാക്കിയാൽ ഉടനെ നമ്മൾ വിളിച്ചു വരുത്തുമോ? AK-47 വിദേശ മെഷീൻ ഗണ്ണും ഒക്കെ ആയിട്ട് പിടിച്ചിറങ്ങിയിട്ട് ആൾക്കാരുടെ മതം ചോദിച്ചിട്ട് ഇങ്ങ് വെടിവെക്കും. അങ്ങേക്ക് കലിമ എന്താണെന്ന് അറിയാമോ? അങ്ങേക്ക് ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ ഈ കാശ്മീരില് കുട്ടികള്, എന്റെ സ്ഥാപനത്തിൽ ധാരാളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു അധ്യാപകൻ കൂടെയാണ്. എനിക്ക് എന്റെ മകൾ ഇപ്പോഴും പഠിക്കുന്നത് കാശ്മീരിലാണ്. കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രതിഷേധ സമരത്തിൽ ഞാൻ മകളോട് അവൾ പേടിച്ചു, ഞാൻ ഇറങ്ങി സമരത്തിന് മുന്നിൽ പോകണം. അവിടുത്തെ ആ കുട്ടികളെ ശരി കാശ്മീർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ആ സമരത്തിൽ സജീവമായി പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകൾ തന്നെ ആരും അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ തന്നെയാണ്. എന്റെ അഭിപ്രായം ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തില് പാക് ഒക്കപ്പൈഡ് കാശ്മീരിനെ നമ്മുടെ കാശ്മീരിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് കാശ്മീർ ഒന്നിച്ച് ഇന്ത്യയിൽ വേണം. ഹരി സിംഗ് രാജാവ് ഇന്ത്യയിൽ ലയിപ്പിച്ച കാശ്മീർ ഒന്നിച്ച് വേണം. ഇവിടെ വെറുതെ പ്രസ്താവന നടത്തി അതൊക്കെ ചെയ്യുന്നതിന് പകരം ക്രിയാത്മകമായിക്കൊണ്ട് ആ പാക് ഒക്കപ്പൈഡ് കാശ്മീർ കൂടെ പിടിച്ച് ഇന്ത്യയിൽ ലയിപ്പിക്കണമെന്ന് വ്യക്തമായ നിലപാടുള്ള ആളാണ്. ഞാൻ പറഞ്ഞത് 370 വകുപ്പ് എടുത്തത് കൊണ്ടല്ല സമാധാനം വന്നത്, അവിടെ വികസനം കൊണ്ടുവന്നത് കൊണ്ടാണ്, നുഴഞ്ഞുകയറ്റം തടഞ്ഞത് കൊണ്ടാണ് സമാധാനം വന്നത്. ആ രീതിയിൽ പടിപടിയായി വന്ന സമാധാനത്തെ ഈ ഒരു ദിവസം എടുത്തു കളഞ്ഞ് ഒന്നുമില്ലാത്ത എല്ലും തൊഴിയുവായ ഈ 370 തലയിൽ ചാർത്തി അങ്ങനെ രാഷ്ട്രീയ ക്രെഡിറ്റ് നേടേണ്ട BJP എന്നാണ് പറഞ്ഞത്. ശരി, അങ്ങയുടെ പൊളിറ്റിക്കൽ പോയിന്റ് is very well taken. I'll come back to you. Let me go to Dr. Syed Mobin Zehra once more. Ma'am, I hope he also tried to point a question at you. The general stance taken by the opposition parties here, especially the Congress. The Congress opposition leader in the Kerala Assembly went on record saying, please don't rush with a blame game. Please don't put this blame on anybody, said. Whereas you sitting there,
very openly, very courageously, very bravely said that this is not Islam. Please do not drag Islam into this. This is terrorism. And please do not bring kalima and other things into it. Now this gentleman here with us, our friend, Salim Madoor, he is also trying to bring in Article 370. Now we have a new General Secretary for the CPM. I don't know whether the party exists in your area, but it does exist. It's very strong and it is in power in Kerala. The new General Secretary, MABB, went on record saying what happened in Pahalgam, in the Baisaran Valley, the massacre of innocents, is the result of, taking away the Article 370. How would you respond to this, ma'am? See, like I said, I'm not a politician, but I'm very disturbed. And as a human being, I'm very disturbed when I see political buttering of an issue like this, where human beings are massacred without any fault of them. They were not like soldiers. They were just normal, peace-loving people with their family trying to have a good time, and also adding to the tourism of Kashmir. I don't have any words to say this. I think it's important that we support tourism in Kashmir, and we not get scared. We need people to go there, and it is the responsibility of the government to give security to the people going to Kashmir, to promote tourism like government has been doing. We've had a train service. We've had more tourists going to Kashmir, and it was becoming very normal. And I think still it is normal, because this is what is important, and this is what every Kashmiri person also wants, because they want to connect to the entire country. If you're asking to me about these statements of politicians, I think, like I earlier said, there is an intense need of people, especially religious people, to whom people blindly believe and listen. There is an extreme inner need of an inner looking into the religious indoctrination that is happening. Can you please tell me how many children of the people who give such speeches are studying in and are living in this terror-torn Kashmir? All their children, all their family, most of them are settled abroad. So you see, this is for an understanding. For the common Kashmiri person, it's an understanding for the common. And I'll tell you one thing: a common Kashmiri person has understood that how important the country is for them, how important the support from the country is to them. It is important. See, we are not living in some dictatorship. We are not living in some pseudo-military overtaking of our political system. This we need to understand, and I'm very blatantly and openly going to say that our neighbor, and I'm really, amazed at the kind of economic deprivation, social deprivation that country is facing, and the rulers of those countries are more worried about sending terrorism to us rather than concentrating on their development. So this is very unfortunate. Let me just say this also very clearly, that it's very unfortunate. Any party, any politician, any individual, this is the time where we have to introspect that how far we are going to take this. How long are we going to take this violent terrorist attack on us? How far we are going to just let our people die? So I strongly condemn anybody, Right. any party. I'll come anyone back to you, doing ma'am. this. വളരെ പെട്ടെന്ന് അനന്തകൃഷ്ണനിലേക്ക്. അനന്തകൃഷ്ണൻ, ഇവിടെ പറഞ്ഞ ഒരു ന്യായം ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത് കൊണ്ട് അതിൻ്റെ പ്രതികരണം ആ രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് കടക്കണമോ ഇല്ലയോ എന്നുള്ളത് അങ്ങേക്ക് തീരുമാനിക്കാം. പക്ഷേ ഇതെങ്ങോട്ടാണ് ഈ പോക്ക്? ഇപ്പോൾ ഇത് ചൈന മെല്ലെ ഒരു കൈ കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം UN സുരക്ഷാ കൗൺസിൽ പാസാക്കിയ പ്രമേയത്തിന് വെള്ളം ചേർക്കാനുള്ളൊരു ശ്രമം തുടങ്ങിയിരിക്കുന്നു. ഈ
പണ്ടുണ്ടായ ഹിന്ദി ചീനി ഭായി ഭായി എന്ന് പറഞ്ഞ് നമ്മുടെ അവസാനം നമ്മുടെ ഉള്ളിലേക്ക് ചൈനീസ് പട്ടാളം കടന്നു കയറിയ ശേഷമാണ് പറ്റിയ അബദ്ധം എന്താണെന്ന് തിരിച്ചറിഞ്ഞത്. ചൈന ഈ അവസരം മുതലെടുക്കും എന്ന് നമ്മൾ ഭയക്കണ്ടേ? നമ്മളിവിടെ ഇരുന്ന് വലിയ വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഇത് ചൈനയ്ക്കൊരു വഴി തുറക്കലാവുമോ? പ്രദീപ്, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? കേൾക്കാം, ക്ലിയർ ആണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഗോ അഹെഡ്. പ്രദീപിൻ്റെ കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇത്. എന്തുകൊണ്ടായിരിക്കും ഈ ആക്രമണങ്ങൾ ഉണ്ടായത് എന്ന കാരണങ്ങളിലേക്ക് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടാക്കിയതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നതല്ല, സബ്ജക്റ്റ് എക്സ്പേർട്സ് പറയുന്നതാണ്, നമ്മളുടെ ഈ ഹെമിസ്ഫിയറിൽ കോൺസ്റ്റൻ്റ്ലി ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ ഇങ്ങനെയൊരു പവറിൻ്റെ ആവശ്യം മറ്റു പലർക്കും തോന്നിയിരുന്നു. അതിന് പാകിസ്ഥാൻ എന്നും വളക്കൂറുള്ള ഒരു മണ്ണും ആയിരുന്നു. പണ്ട് ഒരു കാലത്ത് അമേരിക്കയായിരുന്നെങ്കിൽ ഇന്ന് ആ ഇക്വേഷൻ മാറിയിരിക്കുന്നു. അമേരിക്ക ഇന്ന് പാകിസ്ഥാനിൽ നിന്ന് പ്രത്യക്ഷത്തിലെങ്കിലും ഒരുപാട് മാറി നിൽക്കുന്നു. പക്ഷേ ഒരു പുതിയ പ്ലെയർ അവിടേക്ക് കടന്നു വന്നിരിക്കുന്നു, ചൈന എന്ന് പറയുന്നത്. ചൈന എല്ലാ തരത്തിലും മിലിറ്ററിലി ഇക്കണോമിക്കലി ഒക്കെ പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അത് പാകിസ്ഥാൻ്റെ ഉന്നമനത്തിന് വേണ്ടിയല്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, POK കൂടി വഴിയാണ് അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പ്രോജക്റ്റ് ഗ്വാദർ പോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ചൈനയുടെ ഇന്ത്യയെ ചുറ്റാനുള്ള സ്ട്രിങ് ഓഫ് പേൾ സ്ട്രാറ്റജി, അതിനൊക്കെ അവർക്ക് പാകിസ്ഥാൻ പണ്ട് അമേരിക്ക ചൈനയെ പാകിസ്ഥാനെ ഉപയോഗിച്ചിരുന്നത് പോലെ തന്നെ ഇന്ന് ചൈനയും ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു വശം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു? നമ്മൾ ഇവിടെ പലരും അത് പറഞ്ഞു, ഈ കശ്മീരിലെ വികസനം അത് ഒക്കെ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മൾ കാണേണ്ട മറ്റൊരു സംഗതി ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ നമ്മൾ ഇന്നൊരു 4 ട്രില്യൺ എക്കോണമിയാണ്, നമ്മളത് ക്രമേണ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭാരതത്തിൽ ഒരു ബാങ്കിൽ നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ മിനിമം 7% നിങ്ങൾക്ക് പലിശ കിട്ടുന്നത്. ലോകത്തൊരിടത്തും അങ്ങനെയുണ്ട് എന്നെനിക്കൊന്ന് തോന്നുന്നില്ല. FD ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ ഇൻഫ്ലേഷൻ മൂലം പലയിടത്തും വളരെ ലോ ആണ്. അപ്പോൾ സാധാരണക്കാർക്ക് അതിൻ്റേതായ ഫലം കിട്ടുന്നുണ്ട്, മിഡിൽ ക്ലാസ്സിന് അതിൻ്റേതായ ഫലം കിട്ടുന്നു. അപ്പോൾ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി ഈ സമയത്ത് പാകിസ്ഥാൻ, അമേരിക്ക ട്രംപിൻ്റെ കീഴിലൊരു പുതിയ അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയൊക്കെ തകർത്ത് ഒരു പുതിയ ആ കൊളോണിയൽ പവർ എന്നുള്ളതിൽ നിന്നും മാറാൻ ശ്രമിക്കുന്നു. ആ സ്ഥാനത്തേക്ക് ചൈന വരാൻ ശ്രമിക്കുന്നു. അതിന് ഏറ്റവും ഒരു പ്രതികൂല ഘടകമായി, അതിനെ തടസ്സപ്പെടുത്താൻ കെൽപ്പുള്ള ഒരേ ഒരു രാജ്യമായി നിൽക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയെ തടയേണ്ടതുണ്ട്. അതിന് അവർ ഉള്ള ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്യും. പക്ഷേ എന്തൊക്കെ നമ്മളിതിന് കാരണങ്ങൾ പലത് അന്വേഷിച്ചാലും, ഞാൻ ഒരു 2 ദിവസം മുന്നേ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ പ്രതാപ് ഭാനു മേത്ത, വളരെ അറിയപ്പെട്ട എഴുത്തുകാരനാണല്ലോ, അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിലെ 2 വരികൾ ഞാൻ വായിക്കാം. അദ്ദേഹം എഴുതിയത് ഇതാണ്: നമ്മൾ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ, there are no root causes, no mitigating circumstances that can contextualize its enormity of the Pahalgam attack. People were targeted for their religion. We can speculate on the logic of this attack. Was it timed to coincide with a visit by an American leader? Was it planned to divert attention from Balochistan to wreck Kashmir's economy? Is the attack part of the great game meant to draw in the great powers by creating a sense of crisis? But there is no point
speculating on motives. In the end, it is the effect of this act that will matter. അതാണ് അതിൻ്റെ ഇഫക്റ്റാണ്. ഇതിന് എന്തൊക്കെ കാരണങ്ങൾ അന്വേഷിച്ച് പോയാലും അതൊന്നും കൊണ്ടും ഇത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഇതിൻ്റെ രൂക്ഷത. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഇന്നലെ ഒരു പൊളിറ്റിക്സ് ഒബ്സർവ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ പറയുകയാണ്. പൊളിറ്റിക്സ് അല്ല എൻ്റെ ബീറ്റ്. ഇന്നലെ ഈ നമ്മൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലകൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കണം ഭാരതത്തിൻ്റെ പ്രതികരണം എന്നതിനെപ്പറ്റി ഞാൻ കണ്ടു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒരു RSS ചീഫൊന്നും അങ്ങനെ വെറുതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നടത്തില്ല. ഐ സി സെൻസ് ഓഫ് കൺസെൻസസ്. ഭരണതലങ്ങളിൽ എങ്ങനെയായിരിക്കണം ഭാരതത്തിൻ്റെ പ്രതികരണം എന്നതിനെപ്പറ്റി ഒരു കൺസെൻസസ് ഉണ്ടായിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇത്രയും നാൾ പ്രതികരിച്ചതുപോലെ പോരാ, സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഞാഞ്ഞൂലുകൾ പോലും തലപൊക്കുന്നു. നോക്ക് എന്തൊക്കെ ചെയ്തു ഇന്ത്യ ഭാരത് മാൽഡീവ്സിന് വേണ്ടി. പക്ഷേ അവസാനം എന്തായി? ഇന്ന് ബംഗ്ലാദേശും തലപൊക്കുന്നു, ബംഗ്ലാദേശും പല പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ തടയിടാൻ എന്തെങ്കിലും ചെയ്യണം എന്ന ഒരു സെൻസ് ഓഫ് കൺസെൻസസ് ഉണ്ടായിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് അമേരിക്ക പ്രത്യക്ഷത്തിൽ പാകിസ്ഥാനെ സഹായിക്കില്ല എന്നൊരു വിശ്വാസം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആർട്ടിക്കിൾ 370 കാര്യം, ഞാനിതിൻ്റെ പൊളിറ്റിക്സിലേക്ക് പോകുന്നില്ല. സുപ്രീം കോടതിയിൽ അതിൻ്റെ ഹിയറിംഗ് മൊത്തം അറ്റൻഡ് ചെയ്തതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഒരു ആം എ സ്റ്റുഡൻറ്റ് ഓഫ് ലോ. അതിന് എനിക്ക് ഇത്രയും പറയാൻ കഴിയും. ആർട്ടിക്കിൾ 3, അദ്ദേഹം ഒരു പാനലിസ്റ്റ് ചോദിച്ചതുപോലെ ശരിയാണ്. ആർട്ടിക്കിൾ 370 എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ തടയുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. ആർട്ടിക്കിൾ 370 അങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ല, ഒരു സൈക്കോളജിക്കൽ പ്രശ്നമായിരുന്നു. അതായത് ഒരു സംസ്ഥാനത്ത്, ഒരു പ്രദേശത്ത് 2 നിയമങ്ങൾ. ഒരു സംസ്ഥാന സർക്കാർ, ഒരു ആർട്ടിക്കിൾ 370 നടപ്പാക്കുന്ന മറ്റൊരു സർക്കാർ. കേന്ദ്രത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ കയ്യിലാണ് സെക്യൂരിറ്റിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിനുമുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു കോൺസ്റ്റൻറ്റ് ഈഗോ ക്ലാഷും പ്രശ്നങ്ങളും കാരണം ഒന്നും നടക്കാതെ പോയി. അതിന് ഒരു അറുതി വരുത്തുകയാണ് 370 മാറ്റിയതിലൂടെ. ഒരു ക്ലാരിറ്റി അവിടെ വന്നു. കുറച്ചുകൂടി ബെറ്റർ ആയി. ഒരു നിമിഷം സലിം അടവൂർജി, അങ്ങ് സംസാരിച്ചപ്പോൾ ആരും ഇടപെട്ടില്ല. പ്ലീസ് അങ്ങനെയൊക്കെ ഞാൻ പറയാം. ഒരു അവസാനത്തിന് 2-3 മിനിറ്റ് ഇനി ബാക്കിയുള്ളൂ. ഒരൊറ്റ കാര്യം പറഞ്ഞു വന്നത് ഇതാണ്. രാജധർമ്മം എന്നുള്ളതാണ് അനന്തകൃഷ്ണൻ പറഞ്ഞു വന്നത്. രാജധർമ്മം എന്നാൽ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അയൽക്കാരെ ദ്രോഹിക്കുക, അവഹേളിക്കുക, ഇതൊന്നും നമ്മുടെ താല്പര്യമല്ല. അയൽക്കാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ രാജധർമ്മം എന്നൊന്നുണ്ട്, അത് ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. സലിം മടവൂർജി, അങ്ങേക്ക് 30 സെക്കൻഡ് എനിക്ക് നന്ദി പറയാൻ 30 സെക്കൻഡ് പെട്ടെന്ന് അങ്ങയുടെ ആർഗ്യുമെന്റ് പോലെ ഒടിച്ച് കയ്യിൽ തന്നിട്ടുണ്ട് ആനന്ദകൃഷ്ണൻ. പ്ലീസ്. ഇല്ല ഒരിക്കലല്ല, ഞാൻ പറഞ്ഞ പോയിന്റ് അവിടെ തന്നെ കിടക്കുകയാണ്. അത് അംഗീകരിച്ച് ഇപ്പൊ സൈക്കോളജി എന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ സൈക്കോളജി നമുക്ക് നോർത്ത് ഈസ്റ്റിൽ നടപ്പിലായിക്കൂടെ? അവിടെയുള്ളത് പിൻവലിച്ചൂടെ? 371 തൊട്ട് G വരെയുള്ള വകുപ്പുകൾ പിൻവലിച്ചാല് അവിടെ മണിപ്പൂരിലൊക്കെ ഉള്ള പ്രശ്നം സമ്പൂർണ്ണമായി പരിഹരിച്ചൂടെ? നാഗാലാൻഡ് സമ്പൂർണ്ണമായി പരിഹരിച്ചുകൂടെ? വെറുതെ ഇരട്ടത്താപ്പ് പറയരുത്. സമയം കഴിഞ്ഞ ജനം ടുനൈറ്റിന്റെ സമയമായി. ജനം ടുനൈറ്റ് കാണാൻ ധാരാളം പേര് ബാക്കിയുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുന്നു. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന്റെ പേരിലാണ് 26 നിരപരാധികളുടെ മതം ചോദിച്ച് തലയ്ക്ക് വെടിവെച്ച് വീഴ്ത്തിയത് എന്ന ന്യായീകരണത്തിന് അങ്ങേക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഡോക്ടർ സയ്യദ് മൊബൈൻ ജയറ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദ വ്യൂവേഴ്സ് ഓഫ് ജനം TV. താങ്ക് യു അനന്തകൃഷ്ണൻ, താങ്ക് യു സലിം അടവൂർജി. നേരത്തെ ജോയിൻ ചെയ്ത അനൂപ് ആന്റണി, മേജർ രവി. സമയം അതിക്രമിച്ചതുകൊണ്ട് മാത്രം എഡിറ്റേഴ്സ് ചോയ്സ് ഇവിടെ നിർത്തുന്നു. ചോദ്യം ബാക്കി, നടപടികൾ ബാക്കി. ട്രെയിലർ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമസ്തേ.